كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മെ എവരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പുലർച്ചി പാലിക്കണമെന്ന് സ്വന്തത്തിൽ ബാധ്യത ഉള്ളതുപോലെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മെ എവരെയും അവൻ്റെ മഹത്തായ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ മുഴുവൻ പാപങ്ങളും പുറത്തിറങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചങ്ങല ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒരു വിഷയമാണ് നമ്മൾ വിജ്ഞാനവേദിക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. പെരുമ്പാവൂർ മണ്ഡലം നടത്തുന്ന വിജ്ഞാനവേദി അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖും പിന്നെ ഈ മണ്ഡലത്തിലെ പ്രവർത്തകരുടെ നിസ്വാർത്ഥമായ പരിശ്രമവും കൊണ്ട് ഏറെ വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു സംരംഭമാണ്. ഒരു മാസവും മുടങ്ങാതെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങൾ, പഠനാർഹമായ വിഷയങ്ങൾ പഠിക്കണം എന്ന താല്പര്യത്തിൽ തന്നെയാണ് ഇവിടെ വിഷയങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിൻ്റെ പൂർത്തീകരണമാണ് മറ്റു മണ്ഡലങ്ങളിൽ നടക്കുന്ന വിജ്ഞാനവേദികളിൽ നിന്ന് ഈ ഒരു മണ്ഡലത്തിൻ്റെ വിജ്ഞാനവേദിയിൽ ഈ ഉള്ളവൻ ദർശിച്ചത്. മുമ്പ് 5 മാസം തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ 3 മാസം വിചാരിച്ചത് 5 മാസത്തേക്ക് ആയിപ്പോയതായിരുന്നു. കാരണം നിസ്കാരമായിരുന്നു വിഷയം. അപ്പോൾ അത് പൂർത്തിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും വരേണ്ടി വന്നതാണ്. അതേപോലെ തന്നെ വേറെയും തുടർ പഠന വിഷയങ്ങൾ ഇവിടെ സംസാരിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പുതിയൊരു സമിതി നിലവിൽ വന്നതിന് ശേഷം വീണ്ടും നമ്മൾ തുടർന്നു പോകുന്ന വിജ്ഞാനവേദിയിൽ ഒരു വിശ്വാസി ഏറ്റവും പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട മർമ്മപ്രധാനമായ ഇസ്ലാമിൻ്റെ കാതലായ വിഷയമാണ് നമ്മൾ പഠിക്കാനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിഷയം ഏറ്റവും ഭംഗിയായി പഠിക്കാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഏറ്റവും പരമപ്രധാനമായ ഇസ്ലാമിൻ്റെ കാതലായ ഒരു വിഷയമാണ് നമ്മൾ പഠിക്കാനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മളൊക്കെ ആവർത്തിച്ച് കേട്ട വിഷയമാണ് തൗഹീദ് എന്നുള്ളത്. പക്ഷേ തൗഹീദ് എന്നൊരു വിഷയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എത്ര കേട്ടാലും നമുക്ക് മതിയാകാത്ത വിഷയമാണ് എന്നുള്ളതാണ്. വിഷയം അവതരിപ്പിക്കുന്ന വ്യക്തിയുടെ വാക്ചാരുതയല്ല അതിൻ്റെ കാരണം, മറിച്ച് ആ വിഷയത്തിൻ്റെ മർമ്മമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വിഷയത്തെ, തൗഹീദ് എന്ന ഒന്നാമത്തെ വിഷയത്തെ 2 പാർട്ടായി അവതരിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഒരു ഭാഗത്ത് നമ്മൾ എന്തിനാണ് തൗഹീദ് മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്, അതെന്തിനാണ് മുറുകെ പിടിക്കുന്നത് എന്ന
കാര്യം, അതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നത്. അതിനുശേഷം എന്താണ് തൗഹീദ് എന്നുള്ളതാണ് രണ്ടാമതായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ ഒരു സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കാനും അത് കേട്ട് മനസ്സിലാക്കാൻ നിങ്ങൾക്കും ഒരുപോലെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, തൗഹീദ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പ്രധാനമായി നമ്മളോട് കൽപ്പിച്ചതായ ഒരു കാര്യമാണ്. കൽപ്പിച്ചതാണ് എന്ന് മാത്രമല്ല, മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അത് തൗഹീദാണ് എന്ന് നമ്മളെല്ലാവരും കാണാതെ പഠിക്കേണ്ട ഒരു വചനമാണ് സ്ക്രീനിൽ കാണുന്നത്. സൂറത്തു ദാരിയാത്തിൻ്റെ 56-ാമത്തെ വചനം. നമ്മൾ എന്തിനിവിടെ ഭൂമിയിലേക്ക് വന്നു? അള്ളാഹു മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു? എൻ്റെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഏക ഉത്തരം ഇതാണ്: വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹു മനുഷ്യനെയും ജിന്നുവർഗത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് അവനെ ആരാധിക്കണം എന്ന ഒരൊറ്റ കാരണത്തിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷമാണ് ബാക്കി എല്ലാ വിഷയമുള്ളത്. നിങ്ങൾ ജോലി ചെയ്യണം, നിങ്ങൾക്ക് ജോലി ആവശ്യമാണ്. നിങ്ങൾ കുടുംബത്തെ നോക്കണം, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചെലവിന് കൊടുക്കണം, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, നിങ്ങൾ പഠിക്കണം, എല്ലാം ചെയ്യണം. പക്ഷേ അതൊന്നും ഇതിനേക്കാൾ മുകളിലേക്ക് വരില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, നിങ്ങൾ ഭക്ഷണം കിട്ടാതെ വിശന്ന് മരണപ്പെട്ടാലും നിങ്ങൾ തൗഹീദ് ഉൾക്കൊള്ളാതെയാണ് മരണപ്പെട്ടതെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടമാണ്. എന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ നിങ്ങൾ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ടാണ് മരിച്ചതെങ്കിൽ നിങ്ങൾക്കത് നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് ലക്ഷ്യം തന്നെ ഇതാണ്. അതുകൊണ്ട് ഈ ലക്ഷ്യം തെറ്റിയാൽ പിന്നെ സൃഷ്ടിപ്പിന് ഒരു ഉദ്ദേശമില്ലാതെയായി, നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യമില്ലാതാവും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ അള്ളാഹു മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അള്ളാഹുവിനെ ആരാധിക്കുക എന്നതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെയും ജിന്നുവർഗത്തെയും ഒരേപോലെ സൃഷ്ടിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഈ തൗഹീദ് ഉൾക്കൊള്ളേണ്ടതിന്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു വചനമാണ് സൂറത്തുൽ അറാഫിലെ 172-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്നും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും സൃഷ്ടിച്ചു. വൈദ അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ദുഹൂരിഹിം ദുർരിയ്യതഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുതുകിൽ നിന്ന് ലോകത്തേക്ക് അവസാനം വരെ ജനിക്കാതിരിക്കുന്ന മുഴുവൻ ആളുകളെയും മനുഷ്യരെയും അല്ലാഹു പുറത്തേക്കെടുത്തു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഅശ്ഹദകും അലാ അൻഫുസിഹിം, ആ ആളുകളോടെല്ലാം മുഴുവൻ മനുഷ്യരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങി. അല്ലാഹു സുബ്ഹാനഹു വാങ്ങിയ കരാർ എന്താണ്? അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ റബ്ബ് ഞാനല്ലയോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങി. അപ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ആളുകളും വന്ന് അള്ളാഹുവോട് പറഞ്ഞിട്ടുണ്ട്. ഖാലു, അവർ പറഞ്ഞത് ബല, അതേ റബ്ബേ, നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്. ഷഹീദിന, ഞങ്ങൾ അത് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് മുഴുവൻ ആളുകളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കരാർ വാങ്ങിയിട്ടുണ്ട്. ഞാനും നിങ്ങളും അത് കരാർ അള്ളാഹുവോട് പാലിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഏതൊരു മനുഷ്യനും ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത് ഫിത്രത്തിലാണ്, അഥവാ കൃത്യമായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ശുദ്ധ പ്രകൃതിയിലാണ് മുഴുവൻ മനുഷ്യരും ഭൂമിയിലേക്ക് പിറന്നു വീണിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് പറഞ്ഞത്, ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവന്റെ ഉപ്പയും ഉമ്മയും മാതാപിതാക്കളും സാഹചര്യങ്ങളുമാണ് പിന്നീട് അവനെ ജൂതനും ക്രിസ്ത്യാനിയും മജൂസിയും ഒക്കെ ആക്കി തീർക്കുന്നത്, മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ആക്കി തീർക്കുന്നത് അവന്റെ മാതാപിതാക്കളും സാഹചര്യങ്ങളുമാണ്. ലോകത്ത് ഏതു മതത്തിൽ ജനിക്കുന്ന ഒരു വ്യക്തിയുടെയും കുട്ടി അവൻ ജനിക്കുന്ന ശുദ്ധ പ്രകൃതിയിലാണ്. കാരണം അള്ളാഹു അവനോടും അവന്റെ കുറെ മുമ്പ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമെ സൃഷ്ടിച്ച അന്ന് തന്നെ കരാറ് വാങ്ങിയിട്ടുണ്ട്. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും അള്ളാഹു വാങ്ങിയ കരാർ തൗഹീദാണ്. അത് അള്ളാഹു സുബ്ഹാനഹു നമ്മൾ ജനിക്കും മുമ്പ് തന്നെ നമ്മളോട് വാങ്ങിയ കരാറാണ്. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിന്റെ 30-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഫിത്രത്തുല്ലാഹില്ലദീ ഫതറന്നാസ അലൈഹ. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് ഈ പറയപ്പെട്ട ശുദ്ധ പ്രകൃതിയിലാണ്.
അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, പടച്ചറബല്ലാതെ മറ്റൊരാളോടും ആരാധിക്കില്ല, ആരാധന നൽകില്ല എന്നൊരു പ്രകൃതിയിലാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്, ഒരു കുഞ്ഞിന്, ഒരു മനുഷ്യൻ അവൻ ജനിച്ചു കഴിഞ്ഞാൽ ആ ആളുകളെ മുഴുവൻ, ആ ജനിച്ച മനുഷ്യനെ, ആ ജനിച്ച കുട്ടിയെ മറ്റുള്ള ആളുകളുമായിട്ടൊന്നും കൂടിച്ചേരാതെ ഒരു ഉൾപ്രദേശത്ത്, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് അവനെ കൊണ്ടുപോയി വെച്ച് അവനവിടെ ജീവിക്കാനും വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ മാത്രം ഒരുക്കി കൊടുത്താൽ ആ കുട്ടി അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു സൃഷ്ടിയോടും ഒരു ശക്തിയോടും അവൻ തേടുകയില്ല. മറ്റുള്ള ആളുകളുടെ ഒരു ഇടപെടൽ ഇല്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉടയതമ്പുരാൻ എന്ന വിളിയാണ് അവർക്കുണ്ടാവുക. തന്നെ പടച്ചതായ, സൃഷ്ടിച്ചതായ ഏകനായ റബ്ബ്, അതല്ലാതെ എൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, എനിക്ക് ആവശ്യങ്ങൾ നൽകുന്ന മറ്റാരെങ്കിലും ഉണ്ട് എന്ന് ഒരിക്കലും അവൻ വിശ്വസിക്കുകയോ പറയുകയോ പ്രഖ്യാപിക്കുകയോ ഇല്ല. അവൻ നമസ്കരിച്ചുകൊള്ളണമെന്ന് നമസ്കാരം അവന് പഠിച്ചിട്ടില്ല. അവൻ നോമ്പെടുത്തുകൊള്ളണമെന്നില്ല, നോമ്പ് അവന് പഠിക്കുന്നില്ല. അവന് സമ്പത്തില്ലാത്തതുകൊണ്ട് സക്കാത്ത് കൊടുക്കണമെന്നില്ല. പക്ഷേ അവന്റെ വിശ്വാസം ഒരിക്കലും ശിർക്ക് കലർന്നു വരികയില്ല. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതായിരിക്കും. കാരണം അള്ളാഹു ആ ഫിത്രത്തിലാണ് മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പിന്നീട് അവിടെ നിന്നാണ് തെറ്റിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ തൗഹീദ് ജനിക്കുമ്പോൾ തന്നെയുള്ള പ്രകൃതിയാണ്. നാലാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തൗഹീദിൽ, ഒരു മനുഷ്യൻ ജനിച്ചു വന്ന തൗഹീദിൽ നിന്നും ജനങ്ങൾ തെറ്റിപ്പോകുന്നത് കൊണ്ട് ആ തെറ്റിപ്പോകുന്ന മനുഷ്യരെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് മുഴുവൻ പ്രവാചകന്മാരെയും അയച്ചത്. ആ പ്രവാചകന്മാരെ അയച്ചതിന്റെ ദൗത്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നഹലിന്റെ 36-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത്, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, മുഴുവൻ ആളുകളിലേക്കും, മുഴുവൻ ജനസമൂഹത്തിലേക്കും അല്ലാഹു പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്. എല്ലാ ജനസമൂഹത്തിലേക്കും. പ്രവാചകന്മാർ അയക്കപ്പെടാത്ത ഒരു ജനസമൂഹവും ലോകത്ത് കടന്നുപോയിട്ടില്ല. പണ്ടുകാലത്ത് പ്രവാചകന്മാർ ഓരോ നാട്ടിലേക്ക്, ഓരോ പ്രവിശ്യയിലേക്കായിരുന്നു പ്രവാചകന്മാരുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് കുറെ പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സമയത്ത് തന്നെ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം മറ്റൊരു നാട്ടിലുണ്ടായിരുന്നു. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം, യാഖൂബ് നബിയും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ യഹ്യ അലൈഹി സ്വലാം ജനിക്കുന്നത്. യഹ്യ നബിയും ഈസാ നബിയും സക്കരിയ നബിയും ഒക്കെ ഒരേ സമയത്ത് ഒരു നാട്ടിലുണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ ഓരോ നാട്ടിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പ്രവാചകന്മാരെ അയച്ച രീതി ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ അയക്കപ്പെട്ട ഈ ഒരു ഉമ്മത്തിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചപ്പോൾ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളിലേക്കുമായിക്കൊണ്ട് അല്ലാഹു അയച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള പ്രവാചകനാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരെ അയച്ച ലക്ഷ്യമായിക്കൊണ്ട് അല്ലാഹു പറഞ്ഞു, അനിഅബ്ദുല്ലാഹ്, എന്നെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി, അത് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് അവൻ അയച്ചിട്ടുള്ളത്. വജിതനിബു താഗൂത്ത്, താഗൂത്തിനെ അഥവാ ദുർമൂർത്തികളെ, അഥവാ അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളെയും പരിപൂർണമായും ഒഴിവാക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പ്രവാചകന്മാരെയും അയച്ചത്. എന്ന് റബ്ബ് തുടർന്ന് പറഞ്ഞത്, ഫമിൻകും മൻ ഹദല്ലാഹ്, എന്നാൽ ആ പ്രവാചകന്മാർ പ്രബോധനവുമായി വന്നപ്പോൾ എല്ലാവരും സ്വീകരിച്ചിട്ടില്ല. അതിൽ ഹിദായത്ത് കിട്ടിയ ആ പ്രവാചകന്മാരുടെ ദൗത്യം, ആ പ്രവാചകന്മാരുടെ സന്ദേശം സ്വീകരിച്ച ആളുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ വമിൻകും മൻ ഹഖ്ഖത അലൈഹി വദ്ദലാല, വഴിപിഴച്ച ആളുകളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അഥവാ തൗഹീദ് ഉൾക്കൊണ്ടവരും അല്ലാത്തവരും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുഴുവൻ പ്രവാചകന്മാരെയും പറഞ്ഞേച്ച കാരണം എന്ത്, ലക്ഷ്യമെന്നാണ്, അത് തൗഹീദാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ പറയുന്നത് പോലെ പ്രവാചകന്മാരൊക്കെ വന്നത് ആ നാട്ടിലുള്ള ഹീനപ്രവൃത്തികളെ, സാമൂഹികമായ വിപത്തുകൾക്കെതിരെ സംസാരിക്കാൻ വേണ്ടിയാണ് എന്ന്. മൂസാ നബി സ്വേച്ഛാധിപതിയായ ഫിറഔനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയും, അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ നാട്ടിന്റെ കിങ്കരനായ നമ്രൂദിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയും, സാമൂഹിക തിന്മയായ സോവ്യത്തിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി ലൂത്ത് നബിയും ഒക്കെ വന്നു എന്നാണ് ആ ആളുകൾ പറയാറുള്ളത്. ചില ആളുകൾ അതിന്റെ കൂടെ തൗഹീദ് പഠിപ്പിച്ചു വന്നത് അല്ല. എല്ലാ പ്രവാചകന്മാരും വന്ന പരമപ്രധാനമായ വിഷയം, പഠിപ്പിച്ച വിഷയം തൗഹീദാണ്. അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം, അല്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. അത് പഠിപ്പിക്കാനാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. അതിന്റെ കൂടെ സാമൂഹികമായ വിഷയങ്ങൾ അവർ ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് തൗഹീദുള്ള ആളുകൾ വെറും തൗഹീദ് മാത്രം സ്വീകരിച്ചുകൊണ്ട് ഞാനും എന്റെ പടച്ചോനെന്ന് മാത്രം പറഞ്ഞ് പള്ളിച്ചെരുവുകളിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല മുസ്ലിം. സാമൂഹികമായ വിഷയത്തിൽ ഇടപെടേണ്ടവരാണ് മുസ്ലിം.
രാഷ്ട്രീയമായ കാര്യങ്ങളിൽ തന്നെ മുദ്ര പതിപ്പിക്കേണ്ടവരാണ് മുസ്ലിം. സമൂഹത്തിന് ഉപകാരമുള്ള കാര്യങ്ങളിൽ സഹായിക്കുവാനും സമൂഹത്തെ പൊതുവായി ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടാനും അതിനെതിരെ ശബ്ദിക്കുവാനും ആ തിന്മകളെ ഇല്ലാതാക്കുവാനും പരിശ്രമിക്കേണ്ടതുണ്ട് ഓരോ മുസ്ലിമും. അതാണ് യഥാർത്ഥ മുസ്ലിം. അതല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് പറഞ്ഞ കാര്യം അത് കുറച്ച് ആൾക്കാർ ചെയ്താൽ മതി എന്ന് പറയേണ്ട വിഷയമല്ല. അങ്ങനെ പല ആളുകളും വിചാരിച്ചത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഹീനമായ അവസ്ഥയിലേക്ക് എത്തിപ്പോയത്. വിശ്വാസമുള്ള തൗഹീദുള്ള സമൂഹത്തെ നേർവഴിക്ക് നയിക്കേണ്ട ആളുകൾ അവർ സമൂഹത്തിന്റെ അവസ്ഥ പറഞ്ഞ് പരിപൂർണമായി മാറി നിന്നപ്പോൾ വേറെ ചില ആളുകൾ കയറി വന്ന് അവിടെ മറ്റു പലതും ചെയ്തു കൂട്ടുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെയല്ല. പ്രവാചകന്മാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ സാമൂഹിക വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഒരു പ്രയാസം അനുഭവിക്കുന്ന വിശ്വാസിക്ക് അവന്റെ പ്രയാസത്തിന് ദൂരീകരണം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇഅ്തികാഫ് ഒരു ഇബാദത്താണ്. പള്ളിയിൽ ചടഞ്ഞിരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഒരാളുടെ പ്രയാസം മാറ്റിക്കൊടുക്കുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാർ മനസ്സിലാക്കേണ്ടത് സാമൂഹിക വിഷയങ്ങളിൽ മറ്റു കാര്യങ്ങളിൽ ഇടപെടേണ്ടതുണ്ട്. പക്ഷേ നമ്മുടെ പരമപ്രധാനമായ വിഷയം അത് തൗഹീദാണ്. അത് നഷ്ടപ്പെടുത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ ഇടപെട്ടിട്ട് കാര്യമില്ല. നാട്ടുകാർക്ക് വേണ്ടതെല്ലാം ചെയ്തു, പക്ഷെ അവന്റെ വിശ്വാസം അത് പിഴച്ചതാണെങ്കിൽ അതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനെ അല്ലാഹു പഠിപ്പിക്കുന്നു, മുഴുവൻ പ്രവാചകന്മാരെയും അയച്ചിട്ടുള്ളത് ആ ദൗത്യത്തിന് വേണ്ടിയാണ് എന്ന്. അഞ്ചാമതായി, വേദങ്ങൾ മുഴുവനും പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട വിഷയം തൗഹീദാണ്. വേദഗ്രന്ഥങ്ങളിൽ തൗഹീദ് അല്ലാത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനമായ തൗഹീദാണ്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഖുർആനിനെ നമുക്ക് മൂന്നായി തിരിച്ചു കഴിഞ്ഞാൽ, ഖുർആനിനെ നമ്മൾ മൂന്ന് ഭാഗമാക്കി തിരിച്ച് അതിലെ പ്രതിപാദ്യ വിഷയങ്ങളെ മൂന്നായി തരം തിരിച്ചാൽ അതിൽ ഒന്ന് തൗഹീദാണ്, രണ്ടാമത്തേത് സീറത്താണ്, ചരിത്രമാണ്, മൂന്നാമത്തേത് ഇബാദത്തുകളും മുആമലാത്തുകളുമാണ്, പരലോക വിശ്വാസമൊക്കെയാണ് മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമത്തേത് തൗഹീദ്, ഖുർആനിന്റെ മൂന്നിലൊന്ന് തൗഹീദാണ്. അല്ലെ സൂറത്തുൽ ഇഖ്ലാസ്. എന്താണ് സൂറത്തുൽ ഇഖ്ലാസിന് അൽ ഇഖ്ലാസ് എന്ന പേര് വരണ്ടായ കാരണം? അൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത എന്നാണ് അർത്ഥം പറയുന്നത് അല്ലേ? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ സ്വച്ഛമായത്, കലർപ്പില്ലാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. ഒരു കലർപ്പും കൂടി ചേരാത്ത പരിശുദ്ധമായതാണ് ഇഖ്ലാസിന്റെ അർത്ഥം. എന്തുകൊണ്ട് ആ സൂറത്തിൽ ഇഖ്ലാസ് എന്ന പേര് വന്നു? ആ സൂറത്തിൽ കലർപ്പില്ലാത്ത തൗഹീദാണ് പറയുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. തൗഹീദ് അല്ലാത്ത വേറൊരു വിഷയം ആ സൂറത്തിലില്ല. കലർപ്പില്ലാത്ത തൗഹീദ് പഠിപ്പിച്ചത് കൊണ്ടാണ് അതിന് അൽ ഇഖ്ലാസ് എന്ന് പേര് വന്നത്. ആ സൂറത്തിൽ തൗഹീദ് അല്ലാത്ത മറ്റൊരു വിഷയവും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ആ സൂറത്തിന് സുലുസുൽ ഖുർആൻ എന്ന് പേര് വന്നത്. ഖുർആനിന്റെ മൂന്നിലൊന്നാണ് സൂറത്തുൽ ഇഖ്ലാസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയതിന്റെ പ്രതിഫലം കിട്ടും. അതിന് തുല്യമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താണ് കാരണം? അതിന്റെ മൂന്നിലൊന്ന് വിഷയം, ഖുർആനിന്റെ മൂന്നിലൊന്ന് വിഷയം ആ സൂറത്തിൽ, ഒറ്റ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിന്റെയും പ്രധാനപ്പെട്ട വിഷയം അത് തൗഹീദ് തന്നെയാണ്. മുഴുവൻ പ്രവാചകന്മാർക്ക് അയക്കപ്പെട്ട എല്ലാ ഗ്രന്ഥങ്ങളും, 4 ഗ്രന്ഥങ്ങളുടെ പേരാണ് നമുക്കറിയുക: തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഖുർആൻ. അതല്ലാത്ത വേദഗ്രന്ഥങ്ങളും അയക്കപ്പെട്ടിട്ടുണ്ട്. നാം എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്ന സൂറത്തുൽ അഅലയുടെ അവസാനത്തെ വചനം റബ്ബ് പിടിച്ചില്ലേ? സുഹ്ഫി ഇബ്രാഹീമ വ മൂസ, മൂസയുടെയും ഇബ്രാഹിമിന്റെയും ഏടുകൾ എന്ന്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വേദം നൽകിയിട്ടുണ്ട്. ആ വേദത്തിന്റെ പേര് നമുക്കറിയില്ല. അതേപോലെ മറ്റു പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബ് നൽകിയിട്ടുണ്ട്. ആ കിതാബുകളിലെല്ലാമുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയം അത് തൗഹീദാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. 6ാമത്തെ വിഷയം സഹോദരന്മാരെ, തൗഹീദ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സൃഷ്ടികളിൽ നിന്ന് നമ്മൾ അള്ളാഹുവിന് നൽകേണ്ടതായ അവകാശമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പ്രവാചകന്റെ കാലിയുടെ വാഹനത്തിന് പിറകിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രക്കിടയിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അദ്ദേഹം മറുപടി കൊടുത്തു, ലബ്ബൈക വസഅലൈക. പ്രവാചകരെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ തദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്. അടിമകൾക്ക് അല്ലാഹുവോടുള്ള അവകാശം എന്താണെന്ന് നിനക്കറിയാമോ? അല്ലാഹു റസൂലുമാണ് ഏറ്റവും അറിയുന്നത് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, യാ മുആദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്
അടിമകൾക്ക് അള്ളാഹുവിനുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ, ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ് എന്ന് പറഞ്ഞാൽ അത് അല്ലാ തുശ്രികു അയ്യഅബുദൂഹു വലാ യുശ്രികു ബിഹി ശൈഅ. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അവനെ മാത്രം ആരാധിക്കണം. വലാ യുശ്രികു ബിഹി ശൈഅ, ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇതാണ് അടിമക്ക് അള്ളാഹുവോടുള്ള ബാധ്യത. തുടർന്ന് പ്രവാചകൻ ചോദിച്ചു മുആദ് ബിൻ ജബലിനോട്, ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിഷയത്തിൽ റബ്ബിന്റെ ബാധ്യത എന്താണെന്ന് നിനക്കറിയാമോ? ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം ആരാധിച്ച് അവനൊന്നിനെയും പങ്കു ചേർക്കാതെ ജീവിച്ചാൽ അവനോട് അള്ളാഹുവിന്റെ ഒരു ബാധ്യതയുണ്ട്, അള്ളാഹു സ്വയം ഏറ്റെടുത്ത ബാധ്യത. അതെന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, അല്ലാ യുഅദ്ദിബഹും, അവരെ ശിക്ഷിക്കില്ല എന്നുള്ളത്. അഥവാ അവർക്ക് ശിക്ഷ ശാശ്വതമാകില്ല എന്ന്, അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന്. അതാണ് തൗഹീദ് ഉൾക്കൊണ്ട ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇങ്ങോട്ടുള്ള ബാധ്യതയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരന്മാരെ, ഏഴാമത്തെ വിഷയം തൗഹീദാണ് പാപമോചനത്തിന്റെ മാനദണ്ഡം എന്നുള്ളതാണ്. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായി മായ്ച്ചു നൽകണം എന്നുണ്ടെങ്കിൽ നമ്മൾക്കുണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റി അത് തൗഹീദ് ഉണ്ടാവുക, ശിർക്കില്ലാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്നില്ല എങ്കിൽ അവന്റെ പ്രാർത്ഥന അല്ലാഹുവിന്റെ അടുക്കൽ വിലപ്പോവുകയില്ല. തൗഹീദിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിൽ പങ്കു ചേർത്തിട്ട് പടച്ചോനെ വിളിച്ച് തേടിയിട്ട് ഒരു കാര്യവുമില്ല. ഒരുപക്ഷെ അവന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാകും, ആ കാര്യങ്ങൾ നടക്കുന്ന റബ്ബിന്റെ പരീക്ഷണമായിരിക്കും. ശിർക്ക് ചെയ്യുന്ന, അതേപോലെ തന്നെ തൗഹീദിൽ അവലേശമില്ലാത്ത അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് തൻ്റെ ആവശ്യങ്ങളെല്ലാം കൊണ്ടുപോകുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങളൊക്കെ നീങ്ങുന്നുണ്ടല്ലോ. ജാരങ്ങളിലേക്ക് പോയിട്ട് കാര്യം പറയുമ്പോൾ അവർക്ക് കുട്ടി ഉണ്ടാകുന്നുണ്ടല്ലോ. തങ്ങളുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരുടെ അസുഖം മാറുന്നുണ്ടല്ലോ. ചില ആളുകൾക്ക് സംശയമാണ്. അത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ വിളിച്ച് തേടിയാൽ അള്ളാഹുവിന്റെ പ്രാർത്ഥന പരിഗണിക്കില്ല. കാരണം അവർ അള്ളാഹുവിനെ മാത്രം ആരാധന കൊടുക്കുന്നില്ല, അള്ളാഹ്ക്ക് മാത്രം കൊടുക്കുന്നത് മറ്റുള്ളവരെ കൊടുക്കുകയാണ്. അതൊരിക്കലും അള്ളാഹു പരിഗണിക്കില്ല. പക്ഷെ എന്നിട്ടും അവന്റെ കാര്യങ്ങൾ തീരുന്നത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കേൾക്കണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അള്ളാഹു ഉത്തരം നൽകണമെന്നുണ്ടെങ്കിൽ, നമ്മളുടെ പാപങ്ങൾ നമുക്ക് പുറത്തു കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ മാനദണ്ഡമായി കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചത് തൗഹീദ് ഉണ്ടാകണമെന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു, അള്ളാഹു തൗഹീദ് ശിർക്ക് ചെയ്ത ആളുകൾക്ക് അവന്റെ ശിർക്ക് ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയില്ല. എന്നാൽ ശിർക്കില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പുറത്തു നൽകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, എട്ടാമത്തെ വിഷയം തൗഹീദിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസിയെയും സത്യനിഷേധിയെയും തീരുമാനിക്കാൻ അളവുകോൽ അത് തൗഹീദാണ്. ഒരു മനുഷ്യൻ നന്മകൾ ചെയ്യുന്നു എന്നുള്ളതല്ല ഒരാളെ നന്നാക്കാനുള്ള മാനദണ്ഡം. നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് ഖുർആനിന്റെ പരിഭാഷ ഇറക്കി എന്ന് പറഞ്ഞ് സർവ്വ സത്യവാദം പറയുന്ന ചില ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമേ രക്ഷപ്പെടൂ എന്ന് പറയുന്നത് ഖുർആന്റെ അധ്യാപനമല്ല എന്നാണ്. ഖുർആൻ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് മുമ്പേക്ക് തോന്നിയ പോലെ അർത്ഥം വെക്കുകയാണ്. മനുഷ്യൻ നല്ലവരായി ജീവിച്ചാൽ അവരെല്ലാം രക്ഷപ്പെടും എന്നാണ് ചില ആളുകളൊക്കെ പറഞ്ഞു നടക്കുന്നത്. അള്ളാഹു പറയാത്ത വിഷയമാണ്. നന്നായിട്ട് കാര്യമില്ല, കുറേ നന്മകൾ ചെയ്തുകൊണ്ട് വിഷയമില്ല. മദർ തെരേസ നമുക്കറിയാം, പാവങ്ങളുടെ അമ്മ എന്നാണ് അറിയപ്പെട്ടത് അല്ലേ? പാവങ്ങളുടെ അമ്മ. മറ്റൊരു രാജ്യത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വന്ന് പാവപ്പെട്ട കുഷ്ഠരോഗികളെ, സമാനമായ അസുഖം നേരിടുന്ന ആളുകളെ അവർക്ക് വേണ്ട എല്ലാ പരിചരണങ്ങളും നൽകി ഒരു ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അവർ ഈ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അവർ തന്നെ ഒരു കത്തെഴുതിയത് യേശു ക്രിസ്തുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന്. അഥവാ അള്ളാഹുവിന് വേണ്ടിയല്ല പണിയെടുത്തത്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ വിഫലമാണ്. സത്യവിശ്വാസിയും സത്യനിഷേധിയും അല്ലാഹു സുബ്ഹാനഹു വ തആല വേർതിരിക്കുന്ന ഘടകം അവന് തൗഹീദ് ഉണ്ടോ എന്നാണ്. അവന്റെ പേര് അബ്ദുള്ള എന്നാണോ, അവന്റെ പേര് അവളുടെ പേര് ഫാത്തിമ എന്നാണോ എന്നുള്ളതല്ല. അവളുടെ വിശ്വാസം എന്താണ്, അതനുസരിച്ച് മാത്രമാണ് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനും കാഫിറുമാക്കി വേർതിരിക്കുന്നത്. ഒൻപതാമത്തെ വിഷയം സുഹൃത്തുക്കളെ, തൗഹീദുള്ളവർക്ക് മാത്രമാണ് വിജയിക്കുവാൻ സാധ്യമാവുക. അന്തിമ വിജയം അത് തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ്. പരലോകത്ത് പോയാൽ വിജയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്, മരിച്ചതിന് ശേഷം ഖബറിലുള്ള ജീവിതമാണ് ഏറ്റവും വിശിഷ്ടമായത്. ആ വിജയം ലഭിക്കുന്നത് തൗഹീദുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും. നന്മകൾ ചെയ്തവർക്കൊക്കെ അവിടെ രക്ഷ കിട്ടണമെന്നില്ല.
വിജയിക്കണമോ നമുക്ക് തൗഹീദ് ആവശ്യമാണ്. പത്താമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കണമെങ്കിൽ അവന് തൗഹീദ് ഉണ്ടാകാതെ ഞാൻ വിശദീകരിക്കുന്നില്ല, നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. 11ാമതായി സുഹൃത്തുക്കളെ, മനുഷ്യരെ ഒരുമിപ്പിക്കുന്ന ഐക്യത്തിന്റെ മാനദണ്ഡമാണ് തൗഹീദാണ്. മുസ്ലിമീങ്ങൾ ഭിന്നിക്കരുത്, മുസ്ലിമീങ്ങൾ ഒന്നാകണം എന്നൊക്കെ പറയാറുണ്ട് ആളുകൾ. ഒന്നാകും. ആ ഒന്നാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാനദണ്ഡം വെച്ചിട്ടുണ്ട്. എന്താണ് മാനദണ്ഡം? അത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖുൽ യാ അഹ്ലൽ കിതാബ്, റസൂലേ താങ്കൾ അഹ്ലു കിതാബിനോട് പറയണം, അല്ലയോ വേദക്കാരെ, തആലൂ ഇലാ കലിമത്തിൻ, നിങ്ങളൊരു വാക്കിലേക്ക് വരണം, സവാഇൻ ബൈനനാ വ ബൈനകും, നമ്മളും നിങ്ങളും ഒരേ ഒരു വാക്കിലേക്ക് വന്നാൽ, ഒരേ കലിമത്തിലേക്ക് വന്നാൽ, ഒരേ കാര്യത്തിലേക്ക് വന്നാൽ നമ്മൾ ഒന്നായി ചേരും. അതെന്താണ്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ തുശ്രികു ബിഹി ശൈഅ, അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം, അവരെ അല്ലാതെ മറ്റൊരാളെയും ആരാധിക്കുവാൻ പാടില്ല, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഈ കലിമത്തിലേക്ക് എല്ലാവരും വന്നാൽ അതാണ് ഐക്യത്തിന്റെ മാനദണ്ഡം. അതല്ലാതെ ലക്കും ദീനുക്കും വലിയ ദീൻ, നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം എന്നാണെങ്കിൽ അവിടെ ഐക്യമുണ്ടാകുന്നില്ല, അവിടെ വ്യത്യസ്തമാവുകയാണ്. ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒന്നാകുന്നത് അവർ ഒരേ വിശ്വാസം മുറുകെ പിടിക്കുമ്പോഴാണ്. എന്തേ നിങ്ങളിങ്ങനെ ഭിന്നിച്ചു നിൽക്കുന്നു, നിങ്ങൾക്ക് ഒന്നായിക്കൂടെ എന്നൊക്കെ പല കോണിൽ നിന്ന് സംസാരങ്ങൾ വരാറുണ്ട്. ഒന്നാകേണ്ട മാനദണ്ഡം എന്താണ്? കേവലം ഭൗതികമായ വിഷയങ്ങളിൽ ഒന്നായിട്ട് കാര്യമില്ല, ആദർശത്തിൽ ഒന്നായിട്ട് മാത്രമേ കാര്യമുള്ളൂ. ആദർശത്തിൽ ഒന്നായിട്ടില്ല എങ്കിൽ, ഒരുമിക്കുന്നത് ഭൗതികമായ വിഷയത്തിലാണ് എങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ തന്നെ ഭിന്നിക്കാനും കാരണമാകും. എന്നാൽ ആദർശത്തിന്റെ വിഷയത്തിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ഭൗതികമായ വിഷയങ്ങളിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകും. ആദർശം ഒന്നാണെങ്കിൽ ഭൗതിക വിഷയത്തിൽ വിട്ടുവീഴ്ചക്ക് തയ്യാറാകും. ആദർശം വ്യത്യസ്തമാണ് എങ്കിൽ ഭൗതിക കാര്യങ്ങൾ ഒരുമിച്ചിട്ടും കാര്യമില്ല, പിന്നീട് അവിടെ ഭിന്നിപ്പുണ്ടാകും, ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഐക്യത്തിന്റെ മാനദണ്ഡമായിക്കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് അത് തൗഹീദാണെന്ന് മനസ്സിലാക്കുക. 12ാമതായി സുഹൃത്തുക്കളെ, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അത് തൗഹീദാണ്. അവന്റെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയ നന്മയില്ല. അതേപോലെ തന്നെ രണ്ട് ലോകത്തും ഒരു മനുഷ്യൻ അനുഗ്രഹം ലഭിക്കണം എന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ തൗഹീദ് ലഭിക്കലാണ്, ഹിദായത്താണ്. അതല്ലാത്ത ഒന്നുമില്ല. ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഹിദായത്താണ്. നിങ്ങൾ നോക്കൂ, ആ ഹിദായത്ത് എന്ന സമ്മാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, തൗഹീദ് ഉൾക്കൊണ്ട് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ആരാധനകളിൽ അല്ലാഹു അല്ലാത്ത ഒരാൾ കടന്നു വരുന്നില്ല എങ്കിൽ, നമുക്ക് പരിപൂർണമായ തൗഹീദ് ഉണ്ടെങ്കിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര അൽഹംദുലില്ലാഹ് പറഞ്ഞാലും മതിയാവുകയില്ല. ഇഹലോകത്തൊരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ നന്മ, ഒരു വലിയ സമ്മാനമാണ് തൗഹീദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, റസൂലേ താങ്കൾ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഹിദായത്ത് നൽകുവാൻ, നേർമാർഗ്ഗത്തിലാക്കാൻ റസൂലേ താങ്കൾക്ക് കഴിയില്ല. അത് അല്ലാഹുവിന്റെ തൗഫീഖാണ്. ഒരു മനുഷ്യനത് കിട്ടിയാലാണ് ഏറ്റവും വലിയ വിജയം ഉണ്ടാകുന്നത്. അതിന് പണം മാനദണ്ഡമല്ല, അതിന് നിറം മാനദണ്ഡമല്ല, അതിന് ജോലി മാനദണ്ഡമല്ല, അതിന് ലിംഗം മാനദണ്ഡമല്ല, അതിന് വ്യക്തിബന്ധം മാനദണ്ഡമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ സേവനം ചെയ്ത, ഇസ്ലാമിന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത അബൂ താലിബ്, അവർക്ക് കിട്ടാത്തതാണ് സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തബന്ധത്തിൽപ്പെട്ട ഉപ്പയുടെ സഹോദരനായ അബൂ ലഹബിന് കിട്ടാത്തതാണ് സുഹൃത്തുക്കളെ നമുക്ക് കിട്ടിയത്. അത് ചില്ലറ വിഷയമല്ല. റസൂലിന്റെ രക്തബന്ധത്തിലായിട്ട് പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിച്ച അടിമയായ ബിലാലിനെ, ഹുബൈബിനെ അത് കിട്ടിയിട്ടുണ്ട്. അടിമകളായ ദരിദ്ര ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ മാനദണ്ഡമാക്കി വെക്കുന്നത് വ്യക്തിയുടെ ജീവിതം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിദായത്ത് കിട്ടി എന്ന് പറഞ്ഞ സുഹൃത്തുക്കൾ, അതിനേക്കാളും വലിയ സൗഭാഗ്യം വേറില്ല. അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിഞ്ഞു പോകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, ഏത് വിഷയത്തിൽ റബ്ബിനെ മാത്രം തവക്കുലാക്കാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു വിജയം, അതിനേക്കാൾ വലിയ സൗഭാഗ്യം സുഹൃത്തുക്കളെ മറ്റൊന്നുമില്ല. 14ാമതായി, നമ്മൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കണോ, അതിന് മാനദണ്ഡമായി അല്ലാഹു വെച്ചത് തൗഹീദ്. എന്ത് ചെയ്തിട്ട് കാര്യമില്ല, തൗഹീദ് ഉണ്ടായിരിക്കണം. കുറേ ഹജ്ജ് ചെയ്തു, ആ ഹജ്ജ് സ്വീകരിക്കണമെങ്കിൽ, കബൂലാക്കണമെങ്കിൽ അത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനായിരിക്കണം. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഉംറക്കും ഹജ്ജിനൊക്കെ ആളുകൾ പോകും ഇല്ലേ? യാത്ര എല്ലാവരും സെറ്റായിട്ട് ബസ് നേരെ പോവുക ഒരു ജാറത്തിലേക്കാണ്, നാട്ടിൽ അറിയപ്പെട്ട ഒരു ജാറത്തിലേക്ക്. അവിടെ പോയിട്ട് എല്ലാം അവിടെ തവക്കുലാക്കി യാത്രക്ക് മൂപ്പർക്ക് റെഡിയാക്കി കൊടുത്തിട്ടാണ് ഇവിടുന്ന് ഫ്ലൈറ്റ് കയറുക.
ഹജ്ജ് കർമ്മങ്ങളൊക്കെ മുഴുവൻ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക എന്ന് പറഞ്ഞ റബ്ബേ, നിനക്ക് മറ്റൊരു പങ്കുകാരനുമില്ല, നിന്റെ വിളിക്കുത്തരം നൽകിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ദിവസങ്ങൾ ചെലവഴിച്ച്, അതിനുവേണ്ടി സമ്പത്ത് ഒരുപാട് ചെലവഴിച്ച്, അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ നേരെ പോകുന്നത് നേരത്തെ പോയി അതേ ജാറത്തിലേക്കാണ്. നിങ്ങളുടെ തുണ കൊണ്ടാണ് ഞങ്ങൾക്ക് ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയുന്നതെന്നാണ്. നോക്കൂ സുഹൃത്തുക്കളെ, എത്ര അപകടമാണ് ഈ കാര്യം, എത്ര അപകടമാണ്. അവരുടെ കർമ്മം അല്ലാഹു സ്വീകരിക്കില്ല. ജീവിതത്തിൽ പ്രയാസമുണ്ടാകുമ്പോൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് തേടുന്ന ആളുകളുണ്ടെങ്കിൽ, അല്ലാഹു അല്ലാത്തവരിലേക്ക് തന്റെ വിഷയങ്ങൾ അർപ്പിക്കുന്നവരുണ്ടെങ്കിൽ, തന്റെ കയ്യിൽ കെട്ടിയ, അരയിൽ കെട്ടിയ, കഴുത്തിൽ കെട്ടിയ ഒരു ഉറുക്കുകൊണ്ട് എന്റെ അസുഖവും മറ്റെല്ലാ പ്രയാസങ്ങളും മാറി കിട്ടുമെന്ന് ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവൻ നമസ്കരിച്ചിട്ട് കാര്യമില്ല. തന്റെ കുഞ്ഞിന് ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ തടുക്കുന്നത് ആ കുഞ്ഞിന്റെ അരയിൽ കെട്ടിയിട്ട ഉറുക്കിനാലാണ്, ചരടിനാലാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ തവക്കുൽ കൊണ്ട്, ആ വിശ്വാസം കൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ നമസ്കരിച്ചിട്ട് കാര്യമില്ല, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നമ്മൾ എത്രയും സമ്പത്ത് ദാനം ചെയ്തിട്ട് കാര്യമില്ല, എന്ത് പ്രവൃത്തി ചെയ്താലും ആ പ്രവൃത്തി കൊണ്ട് കാര്യമില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ പ്രവർത്തനം കബൂലാക്കണമെങ്കിൽ അതിന് അള്ളാഹു വെച്ച കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് തൗഹീദ്. തൗഹീദില്ലേ അവന്റെ പ്രവർത്തനങ്ങൾ ഒന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കില്ല, ഒന്നും സ്വീകരിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങൾ പഠിപ്പിച്ചപ്പോൾ അതിൽ ഒന്നാമത് പഠിപ്പിച്ചത് എന്താണ്? ശഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും വേണം. ആ തൗഹീദ് പഠിപ്പിച്ചിട്ടാണ് പിന്നെ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും ഒക്കെ പഠിപ്പിക്കുന്നത്. കാരണം ആ തൗഹീദ് ഉണ്ടായിട്ട് ബാക്കി 4 ഉണ്ടായിട്ട് കാര്യമുള്ളൂ. തൗഹീദ് ഇല്ലെങ്കിൽ ബാക്കി 4 ഉണ്ടായിട്ടും കാര്യമില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണോ നമുക്ക് തൗഹീദ് ഉണ്ടായിരിക്കണം എന്നത് നമ്മളെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊന്ന്, നമുക്ക് ജീവിതത്തിൽ എല്ലാ ബറക്കത്തും ലഭിക്കുന്നത് അത് തൗഹീദ് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ആളുകളുടെ തോന്നൽ മാത്രമാണ്. ജീവിതത്തിന്റെ എല്ലാ ബറക്കത്തും, ആ ബറക്കത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് തൗഹീദുള്ള ആളുകൾക്ക് മാത്രം, തൗഹീദുള്ളവർക്ക് മാത്രം. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമാധാനമാണ് ഒരു മനുഷ്യനെ തൗഹീദ് കിട്ടുക എന്ന് പറഞ്ഞാൽ. ആ തൗഹീദാണ് ഒരു മനുഷ്യന് എല്ലാ സമാധാനവും നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചതാണ് ഇത് എന്ന് പരിപൂർണമായി ഉൾക്കൊള്ളുന്നവന് മാത്രമാണ് സമാധാനം കിട്ടുക. അസുഖമുള്ള ഒരു മനുഷ്യൻ അല്ലാഹു അല്ലാത്തവരിലേക്ക്, ഏതെങ്കിലും ഒരു ജാറത്തിലേക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും തങ്ങളിടത്തേക്ക് പോകുന്നു. ഏതെങ്കിലും സങ്കല്പിച്ചു നോക്കൂ, നമ്മുടെ നാട്ടിലെ ചില ആളുകളുടെ അവസ്ഥ. ഒരാളിടത്തേക്ക് പോയി, അയാളോട് കാര്യം പറഞ്ഞു, അവന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അവന് പിന്നെയും ഒരു പ്രശ്നം ഉണ്ടാകണവർ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? മൂപ്പരിടത്ത് പോയാൽ എന്റെ പ്രശ്നം തീരുമെന്നാണ്. അങ്ങോട്ടേക്ക് പോകും, പക്ഷെ ആ പ്രശ്നം തീർന്നിട്ടുണ്ടാവില്ല. ആ പ്രശ്നം എന്തേ തീരാത്തത്? സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ വേറെ ചില ആൾക്കാർ പറഞ്ഞു, ഇപ്പുറത്ത് ഒരാളുണ്ട്, അവിടെ പോയിട്ട് തീരാത്ത പ്രശ്നമില്ല, അങ്ങോട്ട് പോകും. അവിടെ പോയിട്ട് തീരുന്നില്ല, വേറെടുത്തേക്ക് പോകും. ഒരു സമാധാനം ഉണ്ടാവില്ല. ഇവിടെ നിന്ന് അവിടേക്ക്, അവിടെ നിന്ന് ഇവിടേക്ക് ഇങ്ങനെ പോകേണ്ടാവുള്ളൂ. ഓരോരുത്തരും കൊടുക്കുന്ന വെള്ളവും ഓരോരുത്തരും കൊടുക്കുന്ന ഉറുക്കും അങ്ങനെ കിട്ടിയിരുന്നു. ചില ആൾക്കാരുടെ അരയിലേക്ക് ഇന്നലെ കണ്ടിച്ചില്ലേ, 4, 5, 6 ഒക്കെ പിന്നെ ഏലസുകളാണ് അവരുടെ കൈകളിലും അരയിലുമൊക്കെ ഉള്ളത്. ഓരോരുത്തരും കൊടുത്തതാണ്. ഇതും അതും മറ്റേ നമുക്ക് എന്റെ രക്ഷക്കെത്തുമെന്നാണ് അവന്റെ. ഒരു സമാധാനം ജീവിതത്തിൽ ഉണ്ടാവില്ല, ഒരു സമാധാനവും ഉണ്ടാവുകയില്ല. എന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കളയുമോ എന്നുള്ള പേടിയാണ്. പല തരത്തിലുള്ള ചിന്തയാണ് അവന്റെ മനസ്സിലേക്ക് ഉണ്ടാവുക. എന്നാൽ തൗഹീദുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവർ എന്ത് പ്രശ്നം വന്നാലും ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഏൽപ്പിച്ചതാണ് എന്ന് അവർ വിശ്വാസം ഉണ്ടാകും. പ്രവാചകൻ പറഞ്ഞില്ലേ, അജബൽ അംരിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം എന്തൊരു അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും അവന്റെ നന്മയാണ്. അവന് ഒരു നന്മ ഉണ്ടായിക്കഴിഞ്ഞാൽ, ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ, ശക്കർ, അവൻ അല്ലാഹുവിന് നന്ദി കാണിക്കും. ഫകാന ഖൈറൻ ലഹു, അതാണ് അവൻ ഉത്തമമായിട്ടുള്ളത്. അവൻ എന്തെങ്കിലും പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സബർ, അവൻ ക്ഷമിക്കും. ഫകാന ഖൈറൻ ലഹു, അതാണ് അവന് നന്മയെന്ന്. കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസി എന്താണ് പറയുക? അൽഹംദുലില്ലാഹ് എന്നാണ്. റസൂൽ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന്റെ മകൻ മരണപ്പെട്ട്, മകൾ മരണപ്പെട്ട് അവൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിന്റെ മുമ്പ് അൽഹംദുലില്ലാഹ് പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമത്രേ, ഉബ്നു ലഹു ബൈതൻ വസമ്മൂഹു ബൈതൽ ഹംദ്,
ഓനക്കൊരു വീടുണ്ടായി കൊടുക്ക്, എന്നിട്ട് ആ പുരക്ക് വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കണമെന്ന പറയുന്നത്. അതായിരിക്കും പറയാൻ കഴിയും സുഹൃത്തുക്കളെ. എൻ്റെ കുട്ടി മരണപ്പെട്ടു, ആ കുട്ടി മരണപ്പെട്ടത് അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യന്, പരിപൂർണമായ തൗഹീദ് മനസ്സിലാക്കിയ ഒരു മനുഷ്യന് മാത്രം കഴിയുന്ന കാര്യമാണ്. അല്ലാത്തവരെ കരഞ്ഞാൽ തീരുവോ? അല്ലാത്തവരെ സങ്കടം തീരുവോ? സങ്കടം ഒരിക്കലും തീരൂല. തൗഹീദ് ഉൾക്കൊണ്ടവർക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പറഞ്ഞില്ലേ, റസൂൽ ഒരു നന്മ ഉണ്ടായി കഴിഞ്ഞാൽ പ്രവാചകൻ പറയും അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. സൽക്കർമ്മങ്ങളൊക്കെ അവസാനിക്കുന്ന, പൂർത്തിയാകുന്നത് ഏത് റബ്ബിനെ കൊണ്ടാണോ അവന് തന്നെയാണ് സകല സ്തുതിയുമെന്ന്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ അപ്പോഴും റസൂൽ പറഞ്ഞത് എന്താ? അൽഹംദുലില്ലാ എന്നാണ്. അൽഹംദുലില്ലാ അലാ കുല്ലി ഖൈർ. എല്ലാ വിഷയത്തിലും നന്മ ഒരുക്കിയ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു സർവസ്തുതിയുമെന്നാണ്. പ്രയാസമുണ്ടായാലും അൽഹംദുലില്ലാ, സന്തോഷമുണ്ടായാലും അൽഹംദുലില്ലാ. ഇത് കഴിയുന്നത് ആർക്കാണ് സുഹൃത്തുക്കളെ? അള്ളാഹുവിനെ ഉൾക്കൊണ്ട തൗഹീദ് മനസ്സിലാക്കിയ മനുഷ്യന് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബറക്കത്തിന്റെ മാനദണ്ഡം, സന്തോഷത്തിന്റെ മാനദണ്ഡം അത് തൗഹീദ് മാത്രമാണ് എന്നാണ്. മറ്റൊന്ന്, നമ്മൾ മരിച്ച ഖബറിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മനുഷ്യനോട് ഏറ്റവും ആദ്യം ചോദിക്കുന്ന ചോദ്യം അത് തൗഹീദിനെ വിഷയിച്ചാണ്. മൻ റബ്ബുക് എന്നാണ് ചോദ്യം. മൻ റബ്ബുക്, ആർക്കാണ് ഉത്തരം പറയാൻ കഴിയുക? റബ്ബി അല്ലാഹ് എന്ന് തൗഹീദ് ഉൾക്കൊണ്ടവന് മാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരു മനുഷ്യന്റെ അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമെന്നാണ്. അഥവാ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ, ആ ആളുകൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ എന്ന് പറഞ്ഞവരായിരിക്കും. അല്ലാതെ ലാ ഇലാഹ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ സ്വർഗ്ഗത്തിൽ പോകും എന്ന ഹദീസിന് അർത്ഥമല്ല. അങ്ങനെ കുറച്ച് ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുണ്ട്. മരിക്കാൻ കിടക്കുന്ന സമയത്ത് ലാ ഇലാഹ എന്ന് പറഞ്ഞ സ്വർഗ്ഗത്തിലാണെന്നാണ്. അങ്ങനെയല്ല. ജീവിതം മുഴുവൻ അല്ലാത്ത ആൾക്കാരെ വിളിച്ച് പ്രാർത്ഥിച്ച് എല്ലാ ശിർക്കും ഖുറാഫാത്തും ചെയ്തിട്ട് അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞത് കൊണ്ട് സ്വർഗത്തിൽ പോകണം എന്നില്ല. അങ്ങനെയാണെങ്കിൽ ഫിർഔൻ സ്വർഗത്തിൽ പോകണമായിരുന്നു. മരിക്കണ സമയത്ത് ഫിർഔൻ എന്താ പറഞ്ഞത്? ആമന്തു ബിറബ്ബി മൂസ വ ഹാറൂൻ. മൂസയുടെയും ഹാറൂന്റെ റബ്ബിനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചിട്ട് പ്രഖ്യാപിച്ചിട്ടാണ് ഫിർഔൻ മരിച്ചത്. പക്ഷേ അള്ളാഹ് പറഞ്ഞു ഫിർഔൻ ഏറ്റവും നരകത്തിന് ഏറ്റവും അടിയിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകൾ എല്ലാവരും ശിർക്കിനും ഖുറാഫാത്തിനും ഒക്കെ കുടിപിടിക്കാൻ വേണ്ടി, അതിനെ സ്ഥാപിക്കാൻ വേണ്ടി പറയുന്ന പ്രധാനപ്പെട്ടൊരു വാദമാണത്. ഇന്നാള് കലിമ ചൊല്ലിയാണ് മരിച്ചത്, ഇന്നാള് കലിമ ചൊല്ലിയാണ് മരിച്ചതെന്ന്. അയാൾ മരിച്ച അയാളുടെ കാര്യം റബ്ബിന് എടുക്കലാണ്. ആ കലിമ ചൊല്ലി മരിച്ചത് അദ്ദേഹം അത്രയും കാലം ചെയ്ത മുഴുവൻ കാര്യങ്ങൾ ശരിയാണെന്നതിന്റെ യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെയാണെങ്കിൽ ഫിറൗൻ ചെയ്തൊക്കെ ശരിയാണെന്ന് പറയേണ്ടി വരും. പക്ഷേ സ്വർഗത്തിന് പ്രവേശിക്കുന്ന വ്യക്തിയുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുമെന്നത് യാഥാർത്ഥ്യം. അത് കഴിയണമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ തൗഹീദ് ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ തൗഹീദ് ഉൾക്കൊണ്ട മരിച്ചവൻ ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഭയമേതുമില്ലാതെ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് അവന് മറുപടി കൊടുക്കാൻ കഴിയും. അല്ലാതൊക്കെ കഴിയില്ല എന്നാണ്. ജീവിതം മൊത്തം തിന്മയിലായിട്ട് അവസാനം മരിച്ച മണ്ണായി കഴിഞ്ഞ് ഖബറിന്റെ അടുക്കലേക്ക് പോയി തലഭാഗത്ത് നിന്ന് മുട്ടുകുത്തിയിരുന്നിട്ട് യാ ഫുലാൻ ഇബ്നു ഫുലാൻ, ഏ പുണ്യ മനുഷ്യ, നിന്റെ അടുത്തേക്ക് രണ്ട് മലക്കുകൾ വരും. അഹദുഹുമാ മുൻകർ വസാനി നക്കീർ. ഒരാൾ മുൻകർ, മറ്റേ നക്കീറുമാണ്. എന്നിട്ട് അവർ ചോദിക്കും മൻ റബ്ബുക. അപ്പോൾ നീ പറയും റബ്ബി അല്ലാഹ് എന്ന് പറയണം. ട്യൂഷൻ ക്ലാസ് എടുത്തു കൊടുക്കാറുണ്ട് നമ്മുടെ നാട്ടിലേക്ക് മരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് കാര്യമില്ല. മരിക്കുന്നതിന് മുമ്പ് തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ടോ? അവന് തൗഹീദ് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അവരിലെത്തിയാൽ ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ വേണ്ടി സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, 17ാമത്തെ വിഷയം, ഒരു മനുഷ്യന്റെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കണമെങ്കിലും അതിനുശേഷം ചെറിയ ശഫാഅത്തായി പഠിപ്പിക്കപ്പെട്ട എല്ലാ ശഫാഅത്തും കിട്ടണമെങ്കിലും അതിന് മാനദണ്ഡം തൗഹീദ് മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ, അതേപോലെ തന്നെ ഖുർആൻ ശഫാഅത്താകണമെങ്കിൽ, നോമ്പ് ശഫാഅത്താകണമെങ്കിൽ, സകാത്ത് ശഫാഅത്താകണമെങ്കിൽ, മക്കളെ കൊണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി നമസ്കരിച്ച ആളുകൾ അവർ നമുക്ക് ശഫാഅത്തായി കിട്ടണമെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, അതിന്റെ ഒക്കെ മാനദണ്ഡം അത് തൗഹീദ് ഉള്ളവർക്ക് മാത്രമാണ്. തൗഹീദ് ഉൾക്കൊണ്ടിട്ടില്ലേ അവർക്ക് ശഫാഅത്ത് ഉപകരിക്കുകയില്ല, അവർക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു മനുഷ്യനെ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ അവന്റെ ഏട് ഇടത് കൈയിൽ കൊടുക്കണോ വലത് കൈയിൽ കൊടുക്കണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന മാനദണ്ഡം അത് തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ് വലം കൈയിൽ ഏട് ലഭിക്കുന്നത്. ഇടം കൈയിൽ ഏട് ലഭിക്കുന്ന ആളുകൾ
അവർ തൗഹീദില്ലാത്ത ഉൾക്കൊള്ളാത്ത ആളുകൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 19 സുഹൃത്തുക്കളെ, ആ 7 ലഭിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒരു മനുഷ്യനെ പ്രവേശിപ്പിക്കുന്നതും അവിടെ ശാശ്വതത്വം ലഭിക്കുന്നതും അത് തൗഹീദ് കൊണ്ട് മാത്രം. ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ അവൻ തൗഹീദ് ഉൾക്കൊണ്ടവനാവുക എന്നുള്ളത്. നമസ്കരിക്കുന്നവനാവുക, നോമ്പെടുക്കുന്നവനാവുക, സകാത്ത് കൊടുക്കുന്നവനാവുക എന്നൊന്നുമല്ല. അവന് തൗഹീദ് ഉണ്ടോ അവന് സ്വർഗത്തിൽ പ്രവേശിക്കാം. തൗഹീദ് ഉണ്ടെങ്കിൽ ബാക്കി പറയപ്പെട്ട കാര്യങ്ങളെല്ലാം കൊണ്ട് സ്വർഗത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ അവനുണ്ടാക്കിയെടുക്കാം. എന്നാൽ ബാക്കി കാര്യങ്ങളെല്ലാം കൊണ്ട് അവന് തൗഹീദില്ല എങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇന്നഹു മയുശ്രിക് ബില്ലാഹ്, ആർ അല്ലാഹുവിൽ പങ്കു ചേർത്തോ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിഷിദ്ധമാക്കും. അവന്റെ നിത്യസംഖ്യ നരകമായിരിക്കും. നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന ലാലിമികൾക്ക്, ശിർക്ക് ചെയ്ത പഠിപ്പിച്ച ആ ശിർക്ക് ചെയ്ത അക്രമികൾക്ക്, ലാലിമികൾക്ക് നരകത്തിൽ ഒരു സഹായിയെയും കിട്ടൂല. ഒരു സഹായിയെയും കിട്ടൂല. അവരെ നിത്യസംഖ്യ, അവരെ എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ല സുഹൃത്തുക്കളെ. എന്തെല്ലാം സൽക്കടങ്ങൾ ചെയ്താലും ശിർക്ക് ചെയ്തോ തൗഹീദില്ലേ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയേയില്ല. ഇനി വേറൊരു മനുഷ്യൻ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഓനൊരു വക്ത് പോലും നിസ്കരിച്ചില്ല എന്ന് കരുതുക. പക്ഷെ ഓൻ അല്ലാഹ് അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഉദ്ദേശിക്കുന്ന അത്രയും കാലം നരകത്തിലിട്ട് ശിക്ഷിച്ച ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അപ്പൊ തൗഹീദ് ഉണ്ടായ അവന് സ്വർഗത്തിൽ എന്തായാലും പോകണം, നിസ്കരിക്കൊന്നും വേണ്ട, നന്മ ചെയ്യേണ്ട എന്ന് വിചാരിക്കേണ്ടതില്ല. നരകമെന്ന് പറഞ്ഞാൽ ഒരിക്കലും മനുഷ്യനെ സഹിക്കാൻ കഴിയാത്തതാണ്. റസൂൽ പറഞ്ഞല്ലോ, നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണ്? അവനെ നരകം ഒരു ചെരുപ്പ് ധരിപ്പിക്കലാണ്. അതുകൊണ്ട് അവന്റെ തലച്ചോറ് തിളച്ച് പുറത്തേക്ക് മറിയുമെന്നാണ്. തലച്ചോറ് തിളച്ച് പുറത്തേക്ക് മറിയും. ആ നരകം ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ആ നരകം സഹിക്കാനേ കഴിയില്ല. ആ നരകത്തിൽ പ്രവേശിക്കാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് കടക്കാനായിരിക്കും നമ്മുടെ ചിന്ത. അത് സാധ്യമാകുന്നത് തൗഹീദുള്ള ആളുകൾക്ക് മാത്രമാണ്. അല്ലാത്തവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു പഠിപ്പിച്ചു. അതിനുവേണ്ടി തന്നെയാണ് സ്വർഗത്തെയും നരകത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ ഉൾക്കൊണ്ടവനാരുണ്ടോ, റബ്ബിന് മാത്രം ഇബാദത്ത് നൽകിയവനാരുണ്ടോ അവന് സ്വർഗം കിട്ടും, അല്ലാത്തവർക്ക് നരകം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്. സുഹൃത്തുക്കളെ, 20 ശ്രേഷ്ഠതകൾ ഞാൻ വേഗത്തിൽ എണ്ണിപ്പോയത്. തൗഹീദുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠതകൾ എണ്ണാൻ നിന്നാൽ ഇതിനപ്പുറം നമുക്ക് ഇനിയും കിട്ടും. ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതകളടങ്ങിയ, ശ്രേഷ്ഠതകളടങ്ങിയ തൗഹീദ് നമ്മൾ പരിപൂർണമായും ഉൾക്കൊണ്ടിരിക്കണം. അത് ഉൾക്കൊള്ളുക എന്ന് മാത്രമല്ല, അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അത് നമ്മൾ തൗഹീദ് പഠിക്കണം. എന്താണ് തൗഹീദ് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കണം. അതെന്തിനാ തൗഹീദ് പഠിക്കണത്? ഞാനൊക്കെ തൗഹീദ് കൊണ്ട് ജീവിക്കുകയല്ലേ, പിന്നെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്? അതിന്റെ പ്രധാന ഉദ്ദേശം തൗഹീദ് പ്രചരിപ്പിക്കാനാണ്. എന്നിട്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞു, ഫഅലം, റസൂലേ താങ്കൾ പഠിക്കണം, താങ്കൾ അറിയണം. എന്തറിയണം? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര പഠിക്കാനിരിക്കുന്ന സുഹൃത്തുക്കളെ. തൗഹീദ് എന്നത് കേവലം പടച്ചവനെ ആരാധിക്കുക എന്നതല്ല തൗഹീദ്. പടച്ചവനെ മാത്രം ആരാധിക്കുക അത് മാത്രമല്ല തൗഹീദ്. അതിന്റെ ഭാഗങ്ങൾ, അതിന്റെ ഇനങ്ങൾ, അതിന്റെ കാര്യങ്ങൾ ഒക്കെ കൃത്യമായി പഠിച്ചിരിക്കണം. ആ തൗഹീദിന്റെ ആളുകൾ എന്ന് പറയുന്ന ആളുകൾ ആ പേര് പറഞ്ഞിട്ട് തന്നെ അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കാണാൻ സാധ്യമാകും. അതുകൊണ്ട് തന്നെ തൗഹീദ് എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ എന്താണ് തൗഹീദ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അൽ ഈമാൻ ബി വുജൂദില്ലാഹ് വ ഇഫ്റാദിഹി ബിർറുബൂബിയ്യതി വൽ ഉലൂഹിയ്യതി വൽ ഈമാനി ബി ജമീഇ അസ്മാഇഹി വ സിഫാതിഹി എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരപ്പെടുത്തണം. അല്ലാഹുവിന്റെ വുജൂദ്, അല്ലാഹ് ഉണ്ട് എന്ന് സ്ഥിരപ്പെടുത്തണം. അതേപോലെ തന്നെ അവന്റെ റുബൂബിയ്യത്തിലും ഉലൂഹിയ്യത്തിലും അസ്മാഉ സിഫാത്തിലും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കണം. അവൻ മാത്രം, വേറെ ഒരാളും ഇല്ല എന്നുള്ളത് അത് ഉറപ്പിക്കലാണ് സഹോദരന്മാരെ തൗഹീദ് എന്ന് പറഞ്ഞാൽ. പണ്ഡിതന്മാർ അതിനെ മറ്റൊരു തരത്തെ വിശദീകരിച്ചത് ഇഫ്റാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബിഹി എന്ന.
ഇഫ്റാദുല്ലാഹി തആല ബിമാ യഖ്തസ്സു ബി എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹ്, അല്ലാഹുവിനെ ഏകനാക്കുക. എന്താണ് തൗഹീദിന്റെ അർത്ഥം? വാഹിദ് എന്ന് പറഞ്ഞാൽ ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. വഹദ എന്ന് പറഞ്ഞാൽ ഏകനാക്കുക എന്നാണ്, ഏകനാക്കി എന്നാണ്. ആ വഹദ എന്നതിന്റെ ക്രിയാധാതുവാണ് തൗഹീദ് അഥവാ ഏകനാക്കുക. അതാണ് ഇഫ്റാദുല്ലാഹ്, അല്ലാഹുവിനെ ഏകനാക്കണം. എന്തിൽ? ബിമാ യഖ്തസ്സു ബിഹി. ഇതാണ് ഏറ്റവും സിമ്പിളായി പറയുന്നത് എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ പടച്ചോന് മാത്രമുള്ളത് എന്ന് പടച്ചറപ്പ് എന്തെല്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ അത് പടച്ചോന് മാത്രമേ ഉള്ളൂ. അതിന് വേറെ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. അത് വേറെ ആർക്കെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ പറയാനും പാടില്ല, വിശ്വസിക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല. പരിപൂർണമായും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്, വേറൊന്നുമില്ല, വേറെ ആർക്കും കൊടുക്കില്ല. പടച്ചറപ്പ് അവനുണ്ട് എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അത് അവന് മാത്രം, അവരെ മാത്രം എന്ന് പഠിപ്പിച്ചവർ റബ്ബിന് മാത്രം നമ്മൾ ആക്കി കൊടുക്കുമ്പോൾ അതിന്റെ തൗഹീദ് എന്ന് പറയാം. ഇത് കേവലം വിശ്വാസത്തിന് മാത്രമല്ല. ചില ആളുകൾക്ക് പറയും മനസ്സിലാണ് തൗഹീദ്, ഈമാൻ അഖീദ മനസ്സിലാണ്, വേറെ ഇല്ല. അല്ല, പണ്ഡിതന്മാർ പഠിപ്പിച്ചു അഖീദ എന്ന് പറഞ്ഞാൽ അത് ഖൗലാണ്, നാവ് കൊണ്ടുള്ള സംസാരമാണ്. അതേപോലെ തന്നെ ഇഅ്തിഖാദുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള വിശ്വാസമാണ്. വഅമലുൻ ബിൽ ജവാരിഹ്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ്. ഇത് മൂന്ന് തൗഹീദിൽപ്പെട്ടതാണ്. ഹൃദയത്തിലെ വിശ്വാസം തൗഹീദാണ്, നാവ് കൊണ്ട് പ്രഖ്യാപിക്കൽ തൗഹീദാണ്, കർമ്മങ്ങൾ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കൽ തൗഹീദാണ്. എന്ന് പറഞ്ഞാൽ ഒരാൾ മനസ്സിൽ അല്ലാഹുവിനെ വിശ്വസിക്കുന്നു എന്നിട്ട് പടച്ചോനെ ചീത്ത പറയുന്നു, അവൻ തൗഹീദ് ഉൾക്കൊണ്ടവനാണ്, അവൻ വിശ്വാസിയാണെന്ന് പറയാൻ കഴിയില്ല. അവന്റെ വിശ്വാസം ഓനെ ഖൗലുകൊണ്ട് നഷ്ടപ്പെട്ടു. വേറെ അടുത്തൻ ഖബറിന് മുമ്പിൽ പോയിട്ട് സുജൂദ് ചെയ്യുന്നു. ആ സുജൂദ് ശിർക്കല്ല എന്ന് പറയാൻ കഴിയില്ല. ആ പ്രവൃത്തി കൊണ്ട് അവൻ ഇസ്ലാം എന്ന് പുറത്തു പോകും. അവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ ഖബറിലുള്ളവൻ എനിക്ക് എല്ലാ രക്ഷക്കും എത്തും എന്ന് മനസ്സിലായിക്കൊണ്ട് അവൻ ചെയ്യുന്നുവെങ്കിൽ അവൻ ഇസ്ലാം എന്ന് ആ പ്രവർത്തനം മാത്രം മതി. ഇനിയോ വേറെ മനുഷ്യൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഓന്റെ മനസ്സിൽ പടച്ചൊരു വിശ്വാസമില്ല, എന്ത് പടച്ചു. അങ്ങനെയാണെങ്കിൽ ആളെ കാണിക്കാൻ വേണ്ടി അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ തൗഹീദ് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് കേവലം മനസ്സിൽ മാത്രമുള്ളതല്ല, അവന്റെ ഹൃദയത്തിലും അവന്റെ വാക്കിലും അവന്റെ പ്രവർത്തനത്തിലും. അതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ തൗഹീദുള്ളവരായിരിക്കണം. ഇതൊന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന അവസ്ഥ ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തൗഹീദിനെ കൃത്യമായി മനസ്സിലാക്കാൻ, നമ്മൾക്ക് തൗഹീദിന് വ്യതിയാനം സംഭവിക്കാതിരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ തൗഹീദിനെ മൂന്നായി കൊണ്ട് വിവരിച്ച് നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് അറിയണമായിരിക്കും, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, അറിയാത്തവർക്ക് പഠിച്ചിരിക്കണം. തൗഹീദിനെ പണ്ഡിതന്മാർ മൂന്നാക്കിയിരിക്കുന്നു. ഒന്ന് തൗഹീദുർ റുബൂബിയ്യ, രണ്ട് തൗഹീദുൽ ഉലൂഹിയ്യ, മൂന്ന് തൗഹീദ് വൽ അസ്മാ വ സിഫാത്ത്. ഇത് പഠിക്കൽ വിശ്വാസിക്ക് നിർബന്ധം. ആളുകളെ ഒരാളെ മുജാഹിദും സമസ്തയും ഒക്കെ ആക്കി വേർതിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ഘടകമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. നാട്ടിലെ സാധാരണക്കാരനായ ഒരു പറയ മുസ്ലിമീങ്ങളോട് ചോദിച്ചാൽ ഓനക്ക് ഒന്നും അറിയണ്ടാവില്ല, ഓന് തൗഹീദിനെ അറിയണ്ടാവില്ല, പടച്ചോനെ ആരാധിക്കണമെന്ന് മാത്രമേ ഓനക്ക് അറിയണ്ടാവുള്ളൂ. തൗഹീദിനെ മൂന്നായി തിരിക്കുക എന്നുള്ളത് അവർക്ക് അറിയാനുണ്ടാവില്ല. കാരണം സമസ്തക്കാരൊക്കെ പറയാറുള്ളത്, അവരുടെ പുരോഹിതന്മാർ പറയാറുള്ളത്, മുജാഹിദുകളാണ് തൗഹീദിനെ മൂന്നാക്കിയതെന്നാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാണ്, ഏകനാക്കലിനാണ്. എന്നിട്ട് മുജാഹിദ് തൗഹീദിനെ മൂന്നാക്കി തന്നെ പറയാറുള്ളത് അല്ല, മുജാഹിദിനെ മൂന്നാക്കിയതല്ല, ഇത് മൂന്നും ഒന്നാണ്. തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ, ഈ മൂന്ന് കാര്യങ്ങളിലും അല്ലാഹുവിനെ ഏകനാക്കുക എന്നുള്ളതാണ് തൗഹീദ്. സുഹൃത്തുക്കൾ, ഓരോ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൂടി ഇൻഷാ അല്ലാഹ് പറഞ്ഞുകൊണ്ട് ഞാൻ സംസാരം അവസാനിപ്പിക്കും. വളരെ ചുരുക്കി വിശദീകരിക്കാൻ മാത്രമുള്ള സമയമേ ഉള്ളൂ. തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് വിശദീകരിച്ച് വ്യക്തമാക്കി തലനാരിഴകീര് നൂലിഴകീര് പഠിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. അത് നമ്മൾ പഠിക്കുകയും വേണം. അതിനൊരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കണം. കൃത്യമായിട്ട് എന്ത് ചെയ്യണം? നമ്മളാവശ്യം പഠിക്കാം. പക്ഷെ അതിനൊന്ന് ഓടിച്ചു പോവുക, ബൗണ്ടറിയിലൂടെ എന്തെങ്കിലും പോയി പോകുക എന്നുള്ള മാത്രം നമുക്ക് ഈ കുറഞ്ഞ സമയം കൊണ്ട് കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചില സൂചനകൾ മാത്രമാണ് ഈ വിഷയം നൽകുന്നത്. അതിനെ നിങ്ങൾ വിപുലീകരിച്ച് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് സാന്ദർഭികമായി പറഞ്ഞ് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇതിൽ പഠിക്കുന്ന ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആദർശ പഠന കോഴ്സുകൾ നമ്മൾ വിശാലമായി നടത്തിയിട്ടുണ്ട്. അത് അഖീദയുടെ വിഷയത്തിൽ മാത്രമാണ്. ഈ വിഷയത്തിൽ കൃത്യമായി ഒരുപാട് കിതാബുകൾ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അതൊക്കെ വാങ്ങി സമയം പോലെ നമ്മൾ പഠിക്കണം സുഹൃത്തുക്കളെ. അതേപോലെ തന്നെ ഒരുപാട് പ്രസംഗങ്ങളും വിഷയാവതരണങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഈ വിഷയത്തിൽ കുറേ നടന്നിട്ടുണ്ട്. അതൊക്കെ സമയം കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് നമ്മൾക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാക്കി നമ്മൾ മാറ്റണം.
ഒരു വിശ്വാസി ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പഠിച്ചുകൊണ്ടേയിരിക്കുന്നവരാകുന്നുള്ളതാണ്. മദ്രസയിൽ 5ാം ക്ലാസ് വരെ പോയി, 7ാം ക്ലാസ് വരെ പോയി, പിന്നെ പഠനം നിർത്തി, പിന്നെ പഠിപ്പില്ല. പിന്നെ ആളുകൾ എന്ത് പറഞ്ഞാലും അത് മദ്രസയിൽ പണ്ട് പഠിച്ചതുകൊണ്ട് തട്ടിച്ചു നോക്കുക അല്ലേ. ചില ആളുകളൊക്കെ ദീനിലേക്ക് പറയുന്ന പുതിയ കാര്യം ഓൻ കേട്ടത് ദീനിന് പുതിയതായിരിക്കില്ല, ദീനിലെ കാര്യം പഴയതായിരിക്കും. നമ്മൾ കേൾക്കണത് ഇതെന്തൊരു പുതിയത് ഇപ്പൊ കേൾക്കണ് അല്ലെ, ഇതൊന്നും ഞാൻ പണ്ട് മദ്രസ പഠിച്ചിട്ടില്ലല്ലോ എന്നാണ്. ഓനെ വർത്താനം കണ്ടായിരിക്കും മദ്രസയിൽ എല്ലാ കാര്യം പഠിപ്പിക്കുന്നുണ്ടെന്നാണ്. മദ്രസ നേരാണ് പോയിട്ടും കൂടി ഉണ്ടാവില്ല, ആഴ്ചയിൽ 7 ദിവസം 4 ദിവസം പോയിട്ടുണ്ടാവുള്ളൂ. അതല്ല സുഹൃത്തുക്കൾ, നമ്മൾ എപ്പോഴും വിശ്വാസിയെ സംബന്ധിച്ച് അവർ പഠിച്ചുകൊണ്ടേയിരിക്കണം. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹ് ചോദിച്ചില്ലേ, പഠനം ഏത് വരെയാണ് ശൈഖേ? അദ്ദേഹം പറഞ്ഞത് മിനൽ മഖ്ബറ ഇലൽ മഖ്ബറ. അവൻ ജനിച്ച തൊട്ടിൽ മുതൽ, ജനിച്ചു വീണ തൊട്ടിൽ മുതൽ ഖബർ വരെ പഠിച്ചുകൊണ്ടേയിരിക്കണം. പഠനത്തിന് അവധിയില്ല, അവസാനമില്ല, എപ്പോഴും പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചുകൊണ്ടേയിരുന്നിരുന്നു. പ്രവാചകന്റെ സഹാബികൾ അതിനുവേണ്ടി ജീവൻ തന്നെ മാറ്റി വെച്ചിരുന്നു. സുഹൃത്തുക്കളെ, പഠിക്കാൻ നമ്മുടെ മുന്നിൽ കുറേ അവസരങ്ങളുണ്ട്. അവസരമില്ലാത്തൊരു ഒരവസ്ഥ ഇല്ല നമുക്ക്. അതുകൊണ്ട് പഠിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. അത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ വേദി ഒരുക്കുകയും ചെയ്യുക. അതിനുള്ള വലിയൊരു അവസരമാണ് നമ്മൾ ഒരുക്കുന്ന ഈ വിജ്ഞാനവേദിയിൽ പോലെയുള്ളത്. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, കയ്യിലേക്കൊരു ബക്കറ്റ് വരുന്നുണ്ട്. ചെറിയ ബക്കറ്റാണ്. ബക്കറ്റിൻ്റെ ചെറുപ്പം നിങ്ങൾ നോക്കേണ്ട, കൊടുക്കുന്നത് വലുതായാൽ മതി. കാരണം ഇവിടെ നിങ്ങൾക്കറിയാം, പിന്നെ ഈ കാര്യം നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നടത്താറുള്ളത്. നമ്മൾ പഠിക്കുക എന്നുള്ളത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ആ പഠിക്കാൻ അവസരം ഒരുക്കുന്നത് മുടങ്ങാതിരിക്കണമെങ്കിൽ സംഭാവന കെങ്കേമമാകണം. സംഭാവനകൾ കെങ്കേമമാകുമ്പോൾ പരിപാടി അല്ല, കൂമ്പാരമാകുമ്പോൾ പരിപാടികൾ കെങ്കേമമാകുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, കയ്യിലില്ലാത്ത ആൾക്കാർ ഗൂഗിൾ പേ പിന്നെ ചെയ്യാം, അതിനുള്ള QR അതിനകത്തുണ്ട്. എന്ത് ചെയ്യുക, നമ്മൾ സാധ്യമാകുന്ന തരത്തിൽ അത് ചെയ്യാം. നമ്മളൊക്കെ സ്ഥിരമായി കൊടുക്കുന്നവരായിരിക്കുമെന്ന് എനിക്കറിയാം, ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് മുടക്കമില്ലാതെ ഇനി അടുത്ത മാസവും നടത്തണമെന്ന് കമ്മിറ്റിക്കാർക്ക് തോന്നണമെങ്കിൽ ഇപ്രാവശ്യത്തെ കടല്ലാതെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഇത് മുടങ്ങും. ശരി, ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ, ആ ഇൽമ് നമ്മൾ പഠിക്കാം. ഒരുപാട് സാഹചര്യങ്ങൾ, അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ നോക്കൂ, നമ്മുടെ പീസ് റേഡിയോ എന്ന് പറയുന്നൊരു സംരംഭം കേരളത്തിൽ മറ്റാർക്ക് അവകാശപ്പെടാൻ ഇത്തരം ഒരു സംഭവം? അതിലില്ലാത്തത് എന്തുള്ളത്? ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇൽമിൻ്റെ അപ്പോസനന്മാരെ നടക്കുന്ന ആൾക്കാരുണ്ട്. കിതാബിൻ്റെ ആൾക്കാരെ നമ്മളെ മാത്രമാണ്, ഇൽമിൻ്റെ ആൾക്കാരെ നമ്മളെ മാത്രമാണ് കുറച്ച് ആൾക്കാരുണ്ട്. ഓയ്ക്ക് പിന്നെ എന്താ പറയുക, കാര്യത്തിനുള്ളിലേക്ക് ഇറങ്ങി പോവുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ സാധാരണക്കാരന് പോലും ഏത് കിതാബ് പഠിക്കാൻ മാത്രം നമ്മുടെ സാഹചര്യം നമ്മുടെ പീസ് റേഡിയോയിലുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് പിന്നെ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ അതിൽ പറഞ്ഞ വിഷയം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡീപ്പായിട്ട് പഠിപ്പിക്കപ്പെട്ടൊരു ക്ലാസ് ആയിരുന്നു. ആ ക്ലാസ് ആയപ്പോൾ സാധാരണക്കാരെ മനുഷ്യന്മാർ ഇതൊക്കെ പീസിലോട് നമ്മളൊക്കെ നേരത്തെ കേട്ട് കഴിഞ്ഞാണ്. പീസിലോട് സ്ഥിരമായി കേൾക്കുന്ന ഒരാളാണ്, അയാൾക്കൊന്നും വിഷയം നിസ്സാരമായിരിക്കില്ല. എല്ലാ ഉസൂൽ ഹദീസ്, ഉസൂൽ ഫിഖ് അടക്കമുള്ള ഗഹനമായ ഇസ്ലാമിൻ്റെ അറബിക് കോളേജുകളിൽ നിന്ന് വർഷങ്ങളെടുത്ത് പഠിക്കുന്ന കാര്യങ്ങൾ വരെ സാധാരണക്കാരൻ നിസ്സാരമായി പഠിക്കാൻ പറ്റുന്ന പോലത്തിന് പീസുകൾ റെഡിയാണ്. പിന്നെ ഫിഖ്, കർമ്മശാസ്ത്രം ഏറ്റവും ഗഹനമായി ലളിതമായി പഠിപ്പിക്കുന്ന ഒരു കിതാബാണ് മഹാനായ പിന്നെ ഷെയ്ഖ് ഫൗസാൻ ഹഫീദുള്ളയുടെ പിന്നെ മുലഖസുൽ ഫിഖ് എന്ന് പറയുന്നൊരു കിതാബ്. ഫിഖിന്റെ മുഴുവൻ കാര്യങ്ങൾ, അഥവാ പിന്നെ ത്വഹാറത്ത് മുതൽ, ശുദ്ധീകരണം മുതൽ എല്ലാ കാര്യവും വളരെ സംക്ഷിപ്തമായി പഠിപ്പിക്കുന്ന ഒരു കിതാബാണ്. ആ കിതാബ് ബഹുമാനായ ഉസ്താദ് ഹംസ മദീനി, അള്ളാഹു ദീർഘായുസ്സ് മാറട്ടെ, ഉസ്താദ് പീസ് റേഡിയോയിൽ കൃത്യമായി പഠിപ്പിച്ച് ആ പുസ്തകം കഴിഞ്ഞു. ആ 300-ലധികം ക്ലാസ്സുകൾ കഴിഞ്ഞിട്ട് ആ പുസ്തകം മൊത്തം പഠിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ആ പുസ്തകത്തിൻ്റെ പരിഭാഷയിലേക്ക്, ആ ക്ലാസ് കേട്ട് ഇങ്ങനെ പരിഭാഷപ്പെടുന്ന അവസ്ഥയിലേക്ക് സംഗതി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് മാറട്ടെ. സാധാരണക്കാരനെ പഠിക്കാൻ തയ്യാറുണ്ടോ? റെഡിയാണ്. ഇനി പഠിക്കാൻ നമുക്കൊരു കോഴ്സ് പൂർത്തിയാക്കാൻ സർട്ടിഫിക്കറ്റ് വേണമെങ്കിലോ അതും ലഭ്യമാണ്. ഇനി പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്താൽ കോഴ്സ് ഓപ്ഷൻ ഇപ്പോൾ വളരെ വിപുലമായ രൂപത്തിലേക്ക് അത് മാറ്റിക്കഴിഞ്ഞു. അന്നൂർ വിശുദ്ധ ഖുർആനിൻ്റെ പഠനം സൂറത്തുൽ ബഖറയാണ് ഇപ്പോഴും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. 10 കൊല്ലത്തിന് മുകളിലായി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടാണ്. ഇപ്പോഴും 200 ആയത്ത് ആയിട്ടില്ല, 200 ആയത്ത് ആകുന്നേ ഉള്ളൂ. പഠിക്കാൻ തയ്യാറുണ്ടോ? നമുക്ക് അവസരങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റൊരുപാട് കോഴ്സുകൾ ലഭ്യമാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ അറബി ഭാഷ പഠനം, ദുറൂസ് ലോകത്തിൽ അറബിയ എന്ന പേരിൽ സാധാരണക്കാരെ ആളുകൾക്ക് അറബി പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും ലളിതമായി അറബി ഭാഷ പഠിക്കാൻ കഴിയുന്ന ഒരു സംരംഭമാണ്. ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്.
പഠിക്കാൻ അവസരമില്ല എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അതിനപ്പുറം നമ്മുടെ നാട്ടിലെ QHLS ഉണ്ട്, കുട്ടികൾക്ക് CRE ഉണ്ട്, വേറെയും കുറേ സംരംഭങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം, കൂടുതൽ പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതിൻ്റെ ഒരു ഓരത്തുകൂടി പോകാൻ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതിനെ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. ഒന്നാമത്തെ സുഹൃത്തുക്കളെ, റുബൂബിയ എന്ന് പറഞ്ഞാൽ എന്താണ്? റുബൂബിയ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? അള്ളാഹുവിന്റെ ഇസ്മുമായിട്ട് തന്നെ ബന്ധമുണ്ട്. ഏതാണ് ഇസ്മ? റബ്ബ് എന്ന അള്ളാഹുവിന്റെ ഇസ്മാണ്. റുബൂബിയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റബ്ബ് എന്ന പദവുമായി കൊണ്ട് ബന്ധപ്പെട്ട റുബൂബിയത്തുള്ളത്. എന്താണ് റബ്ബിന്റെ അർത്ഥം? റബ്ബിന്റെ അർത്ഥം എന്താ? സൃഷ്ടാവ്, രക്ഷിതാവ് അല്ലേ? ശരി. വേറെ പറഞ്ഞർത്ഥം? പരിപാലകല്ലേ? പിന്നെ സംരക്ഷകനോ? നാഥൻ എന്നൊക്കെ പറയുക ആൾക്കാരല്ലേ? യജമാനൻ. അങ്ങനെയൊക്കെ നമ്മൾ ഒറ്റ വാക്കിൽ പറയും. അതിനെ വിവക്ഷ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. റബ്ബ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ സന്ദർഭത്തിൽ ആവശ്യത്തിനനുസരിച്ച് നൽകിയിട്ട് അവനെ പടിപടിയായി ഉയർത്തുന്നവൻ. ഇതാണ് റബ്ബിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിക്ക് എന്താണ് വേണ്ടത് എന്ന് അള്ളാഹ്ക്കറിയാം. ഏത് സമയത്ത് എന്ത് വേണമെന്ന് പടച്ചവനറിയാം. ചെറിയ കുട്ടി ഉമ്മയുടെ വയറ്റിലുണ്ടാകുമ്പോൾ എന്ത് വേണം പടച്ചവനറിയാം, അത് കൊടുക്കുള്ളൂ അല്ലെ? ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു കുട്ടി, ആ കുട്ടി കരയാൻ തുടങ്ങിയാൽ അവന്റെ കാല് ചേർത്ത് പിടിച്ച് കൈകൾ രണ്ടും മുറുക്കി പിടിച്ച് കണ്ണടച്ചോ കരയും, കണ്ണടച്ച് കരയും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല, ഈ ചെറിയ കുട്ടി പ്രസവിച്ച ആദ്യ സമയത്ത് കുട്ടി എത്ര കരഞ്ഞാലും കണ്ണുന്നൊരു തുള്ളി കണ്ണീര് പുറത്തു വരില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ട് പുറത്ത്. അത് അള്ളാഹു വെച്ച ഒരു സിസ്റ്റമാണ്. അവൻ കരയുന്നത് എന്തിനാണ്? വെറുതെ കരയല്ല, അവന്റെ തൊണ്ട നനയുകയാണ്. അത്രയും സമയം പൊക്കിൾ കൊടിയിലൂടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് കിട്ടിയത് പില്ല, അത് നനച്ചു, അത് മുറിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഉമ്മയുടെ മുലയിൽ പാല് റെഡിയായിട്ടുണ്ടാവില്ല ചിലപ്പോ, പക്ഷെ കുട്ടിക്ക് ആവശ്യമായത് കിട്ടണം, അതിനാണ് കരയണത് പോലെ. അത് അള്ളാഹു സിസ്റ്റം കണക്കാക്കി വെച്ചതാണ്. ആ ചെറിയ കുട്ടിക്ക് കിട്ടേണ്ടത് കൃത്യമായ രൂപത്തിൽ അള്ളാഹു പോഷകം നൽകുന്നുണ്ട്. നമ്മളിപ്പോ നമ്മുടെ വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം പലതരത്തിലുള്ള ഫുഡ് അടിക്കും അല്ലേ? നമ്മൾക്ക് ആവശ്യമായ പോഷകാഹാരം നമ്മൾ പലതും കഴിക്കും. കുട്ടിക്ക് ആ കിട്ടുന്നത് മുലപ്പാലാണ്. പക്ഷേ ആ കുട്ടിക്ക് ആ പ്രായത്തിൽ വേണ്ട എല്ലാ പോഷകങ്ങളും ഉമ്മയുടെ മുലപ്പാൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. ഉമ്മയ്ക്ക് ഇപ്പൊ അതാണ് വേണം, അള്ളാഹ്ക്ക് അറിയാം. കുറച്ച് വലുതായാലും എന്ത് കൊടുക്കണം എല്ലാം അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാം. നമുക്ക് ഓരോ ജീവികളും ആ ജീവിക്ക് എങ്ങനെ, ചില ജീവികൾ ജനിച്ച വീണ ഉടനെ എന്ത് ചെയ്യും? കാട്ടുപോത്തിന്റെ പിന്നെ പറയാറുണ്ട്, ആ ജീവിയുടെ പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? പെറ്റുടൻ എണീച്ച് ഓടുന്നത്. കാരണം ഈ ജീവികൾക്കൊരു സ്വഭാവമുണ്ട്, ജനിച്ചു വീണാൽ കുട്ടിയെ നക്കി തുടക്കും സ്നേഹം കൊണ്ട്. പക്ഷെ ആ ജീവിയുടെ നാവിന് ഒരള്ളതുകൊണ്ട് നക്കിയാൽ ആ സമയത്ത് അതിനെ തൊലി ഉരിഞ്ഞു പോകും. അതുകൊണ്ട് കുട്ടി വീണപ്പോൾ തന്നെ എണീച്ച് ഓടുന്നത്. കുറച്ച് കഴിഞ്ഞ് തിരിച്ചു അപ്പൊക്കെ സെറ്റായിട്ടുണ്ടാവും, പിന്നെ നക്കിയാലും കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ഓന് ജനിച്ചപ്പോൾ തന്നെ ഓടാൻ ആരാ പഠിപ്പിച്ചു കൊടുത്തത്? അത് പഠിച്ചവനാണ്. മനുഷ്യന്മാരങ്ങനെ ചെയ്യൂല. ഓന് നടക്കണമെങ്കിൽ കുറേ മാസം കുറേ കൊല്ലെടുക്കും. അപ്പൊ ഓരോ ജീവിക്കും വേണ്ടത് എന്താണ് എന്ന് അള്ളാഹുവിനറിയാം. അത് കൊടുക്കേണ്ട സമയത്തേ കൊടുക്കുള്ളൂ. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് എല്ലാം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണ്? അള്ളാഹു റബ്ബായത് കൊണ്ടാണ്. അള്ളാഹു റബ്ബായത് കൊണ്ടാണ്. നമുക്കിപ്പോൾ കുറെ സമ്പത്തുകൾ നമുക്ക് ആഗ്രഹമുണ്ടാവും ഒരു പ്രത്യേക സന്ദർഭത്തിൽ. പക്ഷേ അത് കിട്ടിയാൽ നിനക്കിപ്പം നല്ലതല്ല എന്ന് പടച്ചവൻ അറിയുന്നതുകൊണ്ട് പടച്ചവൻ നമുക്ക് തരാത്തത്. ഒരടിമക്ക്, ഒരു സൃഷ്ടിക്ക് ഏത് സൃഷ്ടിയാകട്ടെ, ആ സൃഷ്ടിക്ക് ആവശ്യമായ സന്ദർഭത്തിൽ ആവശ്യമായ തോതിൽ ഓവറായിട്ട് കൊടുക്കില്ല. എന്ത് വേണമെന്ന് പടച്ചവൻ അറിയാം. അതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. ആ റബ്ബ് എന്ന അള്ളാഹുവിന്റെ നാമവുമായി കൊണ്ട് ചേർത്താണ് റുബൂബിയ്യ എന്ന പദം വന്നിട്ടുള്ളത്. സാധാരണ പണ്ഡിതന്മാർ പഠിപ്പിക്കാറുണ്ട്, അള്ളാഹുവിന്റെ 3 ഇസ്മുകൾ, അള്ളാഹുവിന്റെ 3 സിഫത്തുകൾ ഉൾക്കൊണ്ടതാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ. റുബൂബിയ്യത്ത് അഥവാ ഖാലിഖും റാസിഖും മുദബ്ബിറും അത് അള്ളാഹുവാണ്. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചത്, ഒരു സൃഷ്ടി ലോകത്ത് ഏതിനെയും പടച്ചത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ വേറെന്തെങ്കിലും എന്തിനെങ്കിലും പടച്ചിട്ടുണ്ട് എന്ന് ഒരുത്തരം വിശ്വസിച്ചാൽ അവൻ അള്ളാഹുവിൽ പങ്കുചേർത്തു. അള്ളാഹുവാണ് റാസിഖ്, മനുഷ്യർക്ക് ഉപജീവനം നൽകുന്നവൻ. ഭക്ഷണം നൽകുന്നവൻ അള്ളാഹുവാണ്. എനിക്ക് ഉപജീവനം നൽകുന്നത് മറ്റാരെങ്കിലുമാണ് നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന് പഴവ് സംഭവിച്ചു. അള്ളാഹുവാണ് മുദബ്ബിർ,
ലോകത്തെ നിയന്ത്രിക്കുന്നത്, നിയന്ത്രണാധികാരം അള്ളാഹുവിന്റെ മക്കൾ മാത്രമുള്ളതാണ്. അല്ലാത്ത വേറൊരാൾ ലോകം നിയന്ത്രിക്കാനുണ്ട്, അത് ഏത് മനുഷ്യനാണെന്ന് പറഞ്ഞാലും അത് റുബൂബിയത്തിൽ പങ്കുചേർക്കലാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഈ പണി എടുത്തിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചാൽ മനസ്സിലാക്കും, യുദബ്ബിറുൽ അംർ, ആരാണ് കാര്യം നിയന്ത്രിക്കുന്നത് അവരോട് ചോദിക്കുക റസൂലേ. അവർ പറയും ഫസയഖൂലുന അല്ലാഹ്, അല്ലാഹയാണെന്ന് പറയും. ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് ചോദിക്കുക റസൂലേ. അവർ ഫസയഖൂലുന അല്ലാഹ്, അല്ലാഹയാണെന്ന് പറയും. ആരാണ് ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും എല്ലാം സൃഷ്ടിച്ച് ചോദിക്കുക റസൂലേ. അവർ പറയും അല്ലാഹുവാണ് എന്ന്. അവർക്ക് അല്ലാഹുവിനെ അറിയാം. അല്ലാഹു മാത്രമേ അതെല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ളവരുള്ളൂ എന്നും അവർക്കറിയാം. അല്ലാത്ത ഒരാളുണ്ടെന്ന് പറയൂല. ലോകം നിയന്ത്രിക്കുന്നത് അത് അല്ല എന്ന് അവർ പറയൂല. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവർ മുസ്ലിമായിട്ട് പരിഗണിക്കാനും കഴിയില്ല. മക്ക മുശ്രിക്കിനേക്കാൾ അപ്പുറത്താണ് അവരെന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ആര് പറയുന്നു, ആരെക്കുറിച്ച് പറയുന്നു ഒന്നും ഞാൻ പറയണില്ല. അത് റുബൂബിയത്തിൽ പങ്കുചേർക്കലാണ്. ആ റുബൂബിയത്ത് എന്താണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്? ഇഫ്റാദുല്ലാഹി തആല ബിഅഫ്ആലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് പഠിപ്പിച്ചാൽ അവന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ അല്ലാഹു നമ്മൾ ഏകനാക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹുക്ക് മാത്രം ഒരു അല്ലാഹു ചെയ്യുന്ന പണി അത് വേറെ ആർക്കും ഇല്ല. മഴ പെയ്യിപ്പിക്കുക എന്നുള്ളത് അത് അള്ളാഹിന്റെ പണിയാണ്. അത് അള്ളാഹ്ക്ക് മാത്രം, വേറെ ആർക്കും ഇല്ല. വേങ്ങരതിൽ കോയപ്പാപ്പ ഉണ്ടായിരുന്നു അത്രേ. ആ നാട്ടിൽ മഴ പെയ്യാതായപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി മൂപ്പരടുത്തേക്ക് പോയി. കോയപ്പാപ്പ മുണ്ട് പൊക്കി മൂത്രമൊഴിച്ചു കൊടുത്തു. ദാ പെയ്യുന്നു തകർപ്പൻ മഴ എന്നാണ്. അപ്പൊ മഴ പെയ്യിപ്പിച്ചതാരാ? അത് കോയപ്പാപ്പ. നിങ്ങൾക്ക് വിശ്വാസം കഴിച്ചു, അവിടെ തീർന്ന കാര്യം. മമ്പറം ജാറം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? മലപ്പുറത്ത് മമ്പറത്തുള്ള ജാറം, മമ്പറം പള്ളി. എന്താ പ്രത്യേകത? മമ്പറത്തൊരു കൊടിയുണ്ട്. ആ കൊടി മഴയില്ലാത്ത നാട്ടിൽ ആ കൊടിയുമായി കറങ്ങിയാൽ ആ നാട്ടിൽ മഴ പെയ്യുമെന്നാണ് അവരുടെ വിശ്വാസം. അപ്പം മഴ പെയ്യിപ്പിച്ചതാരാ? അത് മമ്പുറത്തെ തന്നെയാണ്. പോയില്ല കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ് മഴ പെയ്യിപ്പിക്കുക എന്നുള്ളത്. ഇസ്രാഫീലുമല്ല മഴ പെയ്യിപ്പിക്കുന്നത്. അള്ളാഹ് അതിനെ സിസ്റ്റം വെച്ചതാണ് ഇസ്രാഫീലിലൂടെ. മീക്കായിലൂടെ മീക്കായിലല്ല മഴ മീക്കായിലാണ് മഴ പെയ്യിപ്പിക്കുന്നത് വിശ്വസിച്ചാൽ പിഴച്ചു വിശ്വാസം. മഴ പെയ്യിപ്പിക്കുന്നത് അള്ളാഹുവാണ്. അതിന് അള്ളാഹു സിസ്റ്റമാണ്. അങ്ങനെ ഏതും ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ ആരെങ്കിലും നമ്മൾ പങ്കു ചേർത്താൽ തൗഹീദ് റുബൂബിയ്യത്തിൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനെ പങ്കു ചേർത്തു എന്നാണ് സുഹൃത്തുക്കൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് തൗഹീദ് റുബൂബിയ്യത്ത് പിന്നെ ഉള്ളവൻ എന്നുള്ളത് കാണിക്കുന്ന ഒരുപാട് ആയത്തുകൾ നമുക്ക് വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധ്യമാകും. അല്ലാഹു സുബ്ഹാനഹു ഖാലിഖാണെന്ന് പറയുന്ന വചനമാണ് സൂറത്ത് സുമറിലെ 62-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് റാസിഖ് എന്ന് പറയുന്നതാണ് സൂറത്ത് ഹൂദിന്റെ 6-ാമത്തെ ആയത്ത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹു റിസ്ഖ് കൊടുക്കുന്നത് അത് അല്ലാഹ് മാത്രമാണ്. ഭൂമിയിലുള്ള എല്ലാവർക്കും അല്ലാഹു റിസ്ഖ് കൊടുക്കുന്നത് അത് അല്ലാഹുവിന് മാത്രമുള്ള കഴിവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുന്നു, അവൻ തന്നെ ആളുകൾക്ക് ഉപജീവനവും നൽകുന്നു. അത് വേറെ ആരും അല്ലാഹു പണി ഏൽപ്പിച്ചിട്ടില്ല. ഇത് തൗഹീദ് റുബൂബിയ്യത്തിൽ പെട്ടതാണ്. ആ തൗഹീദ് റുബൂബിയ്യത്തിൽ ഒരു മനുഷ്യൻ അല്ലാഹുവിൽ പങ്കു ചേർത്താൽ സുഹൃത്തുക്കളെ അത് വളരെ പ്രയാസമാണ്. തൗഹീദ് റുബൂബിയ്യത്തിൽ പങ്കു ചേർക്കുന്നത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പിഴവ് വരുന്നത് 4 വിഭാഗമായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. തൗഹീദ് റുബൂബിയ്യത്തിൽ പിഴവ് വരുന്നത് 4 രൂപത്തിലാണ്. ഒന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്തിത്വത്തെ തന്നെ അഥവാ അല്ലാഹ് ഇല്ല എന്ന് പറയാം. അല്ലല്ല എന്ന് പറയാം. അഥവാ നിരീശ്വരവാദം എന്ന് പറയാം. ഒരു ഈശ്വരനുമില്ല, അള്ളാഹു തന്നെ ഇല്ല. നിരീശ്വരവാദികൾ ഒരു ദൈവത്തെയും അംഗീകരിക്കുന്നില്ല. ആ ഒരു ദൈവത്തെയും അംഗീകരിക്കാത്ത കൂടുതൽ അള്ളാഹുവും ഉൾപ്പെട്ടു. അള്ളാഹുവിനെ നിഷേധിക്കുന്ന നിരീശ്വരവാദം അത് റുബൂബിയ്യത്തിൽ പങ്കു ചേർക്കലാണ്, അല്ലെങ്കിൽ റുബൂബിയ്യത്തിലെ പിഴവാണ്. രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യുക്തി കൊണ്ട് അളന്ന് തീരുമാനിക്കുക അഥവാ യുക്തിവാദം. നമ്മുടെ നാട്ടിലെ യുക്തിവാദമല്ല. നമ്മുടെ നാട്ടിലെ യുക്തിവാദം യുക്തിയില്ലാത്ത വാദമാണ്. ഈ യുക്തിവാദം എന്ന് പറഞ്ഞാൽ അള്ളാഹ് അംഗീകരിക്കും, പക്ഷെ ഓന്റെ മനസ്സിലൊരു കണക്കൂട്ടൽ ഉണ്ടാകും. അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അള്ളാഹ് എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നവനാണ്, ഇങ്ങനെ മാത്രം കാര്യം നിയന്ത്രിക്കുന്നവനാണ്. അതാണ് യുക്തിവാദം എന്ന് പറഞ്ഞാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റയ്ക്ക് കാര്യം നിയന്ത്രിക്കൂല. അതിന് കുറെ ആൾക്കാരെ പടച്ചവൻ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ പടച്ചവനെ വിശ്വസിക്കുക. ഓന്റെ യുക്തി കൊണ്ട് അളന്ന് മാത്രം എന്ത് ചെയ്യുള്ളൂ, ഓൻ അള്ളാഹിനെ കണക്കാക്കുള്ളൂ. അത് പാടില്ലാത്താണ്. അല്ലാഹു സുബ്ഹാനഹു അവരെ കുറിച്ച് പഠിപ്പിച്ചത് പരിപൂർണ്ണ ഉൾക്കൊള്ള നമ്മുടെ വിശ്വാസം.
മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിന്റെ സമന്മാർ നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന്റെ റിസ്ഖിലോ ഖൽഖിലോ തദ്ബീറിലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹുവിനെ പങ്കു ചേർക്കൽ റുബൂബിയത്തിലെ ശിർക്കാണ്. നാലാമതായി മതമുണ്ടാക്കുവാനുള്ള അള്ളാഹുവിന്റെ അധികാരത്തെയും പങ്കാളിയെ സ്ഥാപിക്കുക. അഥവാ ദീന് ഉണ്ടാക്കാൻ, മതത്തിൽ ഒരു നിയമം ഉണ്ടാക്കാനുള്ള കഴിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം. വിധി അധികാരം അള്ളാഹുവിന്റെ മാത്രം. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഈന്ന് തെറ്റിപ്പോയിട്ടുണ്ട്. തൗഹീദ് ഞാൻ പറഞ്ഞു 3 റുബൂബിയ്യ, ഉലൂഹിയ്യ, അസ്മാ സിഫാത്ത്, അത് മാത്രമാണുള്ളത്. എന്നാൽ നാലാമത് തൗഹീദുൽ ഹാക്കിമിയ്യ, ഹുക്മ് നിശ്ചയിക്കാൻ, നിർണയിക്കാൻ, വിധി നിർണയിക്കാൻ, അത് അള്ളാഹുവിനും അത് റുബൂബിയ്യത്തിൽ ഉൾപ്പെട്ട വിഷയമാണ് ഹാക്കിമിയ്യ എന്ന് പറഞ്ഞാൽ. ഒരു മതത്തിനൊരു നിയമം ഉണ്ടാക്കാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ആ അള്ളാഹുവിന്റെ മാത്രമുള്ള നിയമം ഉണ്ടാക്കും. നിയമനിർമ്മാണ അധികാരത്തിൽ ആരെ പങ്കു ചേർത്താലും അത് റുബൂബിയത്തിൽ പങ്കു ചേർക്കലാണ്, ഹാക്കിമിയത്തിൽ പങ്കു ചേർക്കലാണ്. പക്ഷെ അതിൽ വിവക്ഷയിൽ ചില ആളുകൾക്ക് തെറ്റുപറ്റിപ്പോയി. നമ്മുടെ നാട്ടിൽ ഒരു ഭരണമുണ്ട്. ആ ഭരണകൂടം ഉണ്ടാക്കുന്ന നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ അംഗീകരിച്ചാൽ, അഥവാ ആ ഭരണകൂടം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോയാൽ അവൻ അള്ളാഹുവിന്റെ ഹുക്മിൽ പങ്കു ചേർത്തു. ഇനിൽ ഹുക്മ ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമേ വിധിയധികാരത്തിൽ അവകാശമുള്ളൂ. അതുകൊണ്ട് അത്തരം ഭരണകൂടങ്ങൾക്ക് താഴെ ജോലി ചെയ്യുന്നതും, അത്തരം ഭരണകൂടങ്ങൾ അംഗീകരിക്കുന്നവരും, അത്തരം ഭരണകൂടങ്ങൾ നിലവിൽ വരാൻ വേണ്ടി വോട്ട് ചെയ്യുന്നവരും അവരൊക്കെ ശിർക്ക് ചെയ്തവരാണെന്നാണ് ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞു നടന്നത്. അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പാടില്ല, ഗവൺമെന്റിന്റെ കാര്യം ചെയ്യാൻ വേണ്ടി പാടില്ല, ജനാധിപത്യത്തെ അംഗീകരിക്കാൻ പാടില്ല, അത് ശരിയാണെന്ന് പറയാൻ പാടില്ല, അതൊക്കെ ശിർക്കാണെന്ന് ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പറഞ്ഞ് നടന്നിട്ടുണ്ട്. ആളുകളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അത് ഒരിക്കലും ഇപ്പം മാനക്കേടാണ്. കാരണം ഒരു പ്രത്യേക പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇപ്പം ജനാധിപത്യത്തിൽ പങ്കാളിയാകാൻ വേണ്ടി ആൾക്കാരെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഞാൻ പറഞ്ഞത് വിശ്വാസം തന്നെ പിഴവാണ്. അങ്ങനെ വിശ്വാസം ഇസ്ലാമിലില്ല. ജനാധിപത്യം എന്നുള്ളത്, ഒരു സിസ്റ്റം എന്നുള്ളത്, അത് ഇസ്ലാമിന് ബദൽ വരേണ്ട ഒരു സാധനമാണ്. ഇസ്ലാമിനേക്കാൾ നല്ലത് അതാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരും, യാതൊരു സംശയമില്ല. അവർ പറഞ്ഞു ഇന്ത്യയുടെ മോചനം പിന്നെ എന്താണ് ഇസ്ലാമിലൂടെ എന്ന്. അല്ല, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിൽ കേൾക്കാൻ നല്ല രസമുള്ളതാണ്, പക്ഷെ പറഞ്ഞ് തെറ്റിപ്പോയി. ഇന്ത്യയുടെ മോചനമല്ല ഇസ്ലാമിലൂടെ, ലോകത്തിന്റെ മോചനം ഇസ്ലാമിലൂടെയാണ്. ഇന്ത്യയിൽ മാത്രം ചുരുക്കം പഠിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഭരണമില്ലാത്ത ഇന്ത്യ സങ്കല്പത്തിലെ വീട് പോലെയാണ് എന്നാണ്. ആദ്യം വേണ്ടത് ഭരണമാണ്. പ്രവാചകന്മാരൊക്കെ ഭരണം നേടി, അതുകൊണ്ട് ഭരണം നമ്മൾ നേടിയെടുക്കാനുള്ള പണിയെടുക്കണം. ഇസ്ലാമില്ലാത്ത ഭരണം നടത്തുന്ന രാജ്യം നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു നടന്നു. ചുരുക്കി പറഞ്ഞാൽ പ്രവാചകന്മാരുടെ തൗഹീദ് വരെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതിന്റെ അർത്ഥം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഭരണം നേടിയെടുത്ത വ്യക്തിത്വമല്ല, പക്ഷെ അല്ലാഹു പറഞ്ഞു ഇബ്രാഹിം ഉല്ലദീ വഫാന്നാണ്, കടമകൾ പൂർത്തിയാക്കിയവരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ ഭരണം കിട്ടാത്ത ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണെങ്കിൽ തൗഹീദ് പൂർത്തിയാകാത്തവരാണ് എങ്കിൽ അത് എത്ര ഗുരുതരമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് വിധി അധികാരം അല്ലാഹുവിന് മാത്രം. അഥവാ ഒരു ദീനിൽ ഒരു കാര്യം നിശ്ചയിക്കാൻ, ഒരു കാര്യത്തെ മതമായി നിശ്ചയിക്കാൻ അധികാരം അല്ലാഹുക്ക് മാത്രമേ, വേറെ ആർക്കും അല്ലാഹു കൊടുത്തിട്ടില്ല. ഒരു പുതിയ നിസ്കാരം എനിക്ക് കൊണ്ടുവരാൻ പറ്റൂല. ഞാനൊരു ഇബാദത്ത് ഉണ്ടാക്കിയിട്ട് ഇത് ഇസ്ലാമിലുള്ളതാണ്, ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അത് അല്ലാഹു നിശ്ചയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നു. ഉമർ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കഅബ തവാഫ് ചെയ്ത് കഴിഞ്ഞാൽ 2 റക്അത്ത് നിസ്കരിക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ എന്നപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്നാണ് പറഞ്ഞത്. അല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ദീനിൽ ഒരു നിയമം ഉണ്ടാക്കാൻ അവകാശമാണ്. അങ്ങനെ ആരെങ്കിലും വിശ്വസിച്ചാൽ ഒരു ഇസ്ലാം എന്ന് പുറത്തു. റസൂൽ അള്ളാഹ് പറഞ്ഞില്ലേ, പ്രവാചക താങ്കൾ ദീനിനൊരു കാര്യം കൂട്ടിച്ചേർത്താൽ, താങ്കൾ ദീനിക്കാരെ പിന്നെ ഒരു കാര്യം കൂട്ടിച്ചേർത്താൽ താങ്കളുടെ കണ്ടനാടി ഞാൻ മുറിച്ചു കളയുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. റസൂലിന് പോലും ദീന നിയമം ഉണ്ടാക്കാൻ അവകാശമില്ല. അതിവിടെ ഒരു മുസ്ലിയാരെയും ആരും ഏൽപ്പിച്ചിട്ടില്ല. അവരവർക്ക് തോന്നുന്ന ദിക്ർ ഉണ്ടാക്കുക, അത് ദീനാണെന്ന് പറയുക. ഓരോരുത്തർക്ക് തോന്നുന്ന നിസ്കാരം ഉണ്ടാക്കുക, നോമ്പ് ഉണ്ടാക്കുക, ദീനാണെന്ന് പറയുക. അത് ആരെയും അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹുവിന് മാത്രമാണ് ദീനുണ്ടാക്കാൻ, മതമുണ്ടാക്കാൻ, വിധിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണുള്ളത്. അതാണ് തൗഹീദ് റുബൂബിയ്യ എന്ന് പറയുന്നത്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള അഫ്ആലുകൾ, പ്രവൃത്തികൾ അത് അള്ളാഹ്ക്ക് മാത്രം, വേറെ ആയിരിക്കില്ല. ഞാനത് ഇങ്ങനെ വളരെ പതുക്കെ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മാത്രമുള്ള ഒരു പ്രവൃത്തിയിൽ
ഒരാൾ പങ്കു ചേർത്താൽ അവൻ തൗഹീദ് പിഴച്ചവനാണെന്ന് പറയും. ഏതിൽ പിഴച്ചു? അവൻ റുബൂബിയ്യത്തിൽ പിഴച്ചു. ഇനി രണ്ടാമത് ഞാൻ പറയും തൗഹീദിൽ ഉലൂഹിയ്യാണ്, അഥവാ ഇലാഹ് എന്ന അള്ളാഹുവിന്റെ ഇസ്മുമായി ബന്ധപ്പെട്ട കാര്യമാണ് തൗഹീദ് വൽ ഉലൂഹിയ്യ എന്ന് പറഞ്ഞാൽ. ഈ ഇലാഹ് എന്ന പദവും അള്ളാഹു എന്ന പദവും ഒന്നാണെന്ന് വിചാരിച്ച ചില ആൾക്കാരാണ്. ഒന്നാണ്. പണ്ട് സ്കൂളിൽ അധ്യാപകന്മാർക്ക്, അറബി മാഷന്മാർക്ക് ഒരു കോഴ്സിന് പോയി ഈ ഉള്ളവർ. അപ്പോൾ അറബി മാഷന്മാർക്ക് കോഴ്സ് വന്നിട്ട് ആ കോഴ്സിൽ ക്ലാസ് എടുക്കാൻ വന്ന ഒരാൾ അള്ളാഹ് എന്നത് പിരിച്ചെഴുതാൻ പറഞ്ഞു. ആദ്യം റഹ്മാൻ പിരിച്ചെഴുതാൻ പറഞ്ഞു. അപ്പോൾ അലിഫിലാമ് വേറെ റഹ്മാൻ വേറെ, അതാണല്ലോ റഹ്മാൻ എന്ന് പറഞ്ഞത്. അള്ളാഹ് എന്ന് പിരിച്ചെഴുതാൻ പറഞ്ഞു. അപ്പോൾ എല്ലാ ആൾക്കാരും അലിഫിലാമ് വേറെ ഇലാഹ് വേറെ, അൽ പ്ലസ് ഇലാഹ് എഴുതി. മുമ്പ് അത് ശരിയാണെന്ന് പറഞ്ഞു. എന്താ നിങ്ങളെ അഭിപ്രായം എന്താ? ശരിയാണല്ലേ? അന്ന് തെറ്റാട്ടോ. ഇലാഹിന് മുമ്പിൽ അലിഫിലാമ് വെച്ചാൽ അത് അൽ ഇലാഹാണ്. മനസ്സിലായോ? അത് അൽ ഇലാഹാണ്. അള്ളാഹ് എന്നുള്ളത് അത് വേറെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ സ്വമേധയാ വെച്ച പേരാണ് അള്ളാഹ്. ഇലാഹ് അള്ളാഹിന്റെ മറ്റൊരു പേരാണ്. ഇലാഹിന് അലിഫിലാം ഇട്ടാൽ അള്ളാഹ് ആകണമെങ്കിൽ അള്ളയും ഇലാഹ് രണ്ടാവൂല, ഒന്നാകേണ്ടി വരും. രണ്ടാണ്. ഇലാഹ് ആരാധ്യൻ എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്മുമായി ബന്ധപ്പെട്ടതാണ് അൽ ഉലൂഹിയ എന്നുള്ളത്. അള്ളാഹു എന്ന ഇസ്മുമായി ബന്ധപ്പെട്ട, കാരണം അള്ളാഹു മാത്രമേ വിഷയിച്ചിട്ടുള്ളൂ, വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാതൽ ഇതാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം? അള്ളാഹു അല്ലാതെ ആരാധനയില്ല, അല്ലേ? അങ്ങനെയല്ല, അങ്ങനെ പറഞ്ഞ തെറ്റാണ്. അള്ളാഹ് അല്ലാതെ ആരാധനയില്ല എന്നല്ല അർത്ഥം. ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ അങ്ങനെ തന്നെ അർത്ഥം പറയണം. ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ചോദിച്ചാൽ അങ്ങനെ തന്നെ പറയണം. ആരാധനക്കർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. കാരണം എന്താ? അള്ളാഹു അല്ലാതെ ആരാധനയില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഇവിടെ രാമൻ ആരാധിക്കുന്നവരുണ്ട്, കൃഷ്ണൻ ആരാധിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ മൊഹീദ്ദീൻ ശേഖൻ ഒക്കെ ഉണ്ട്. ആരാധനന്മാരിവിടെ പലതുമുണ്ട്. ആരാധനകൾ അർപ്പിക്കപ്പെടുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നും പറയാൻ തെറ്റാണ്. കാരണം മറ്റുള്ളവർക്കും ആരാധന കൊടുക്കുന്നുണ്ട്. പക്ഷെ ആരാധനകൾ അർപ്പിക്കപ്പെടാൻ അർഹതയുള്ള ആര് മാത്രമേ ഉള്ളൂ? അള്ളാഹ് മാത്രമേ. അതാണ് ശരിയായ ഉത്തരം. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞത്. അൽ ഇലാഹു ഹുവല്ലാ എന്നല്ല പറഞ്ഞത്. അറബി ഭാഷയിൽ പ്രത്യേകത ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ലാതെ. തൗഹീദിന്റെ ഷഹാദത്തിന്റെ റുക്കിനായിക്കൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിക്കാറുണ്ട് ഇസ്ബാത്തും അതേപോലെ തന്നെ നഫിയും. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരു ഇലാഹ്, ലോകത്ത് ഇലാഹായിട്ട് ആരൊക്കെയുണ്ടോ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നിഷേധിച്ചു. അതിന് അള്ളയും പെട്ടു. ഇലാഹ് ഒന്നുമില്ല, ഇല്ലല്ലാഹ്, അള്ളല്ല. അവിടെ അള്ളാനെ സ്ഥിരപ്പെടുത്തണം. ആരാധനകൾ നൽകാൻ അള്ളല്ലാത്ത വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ആരാധനയായിക്കൊണ്ട് ആർക്ക് എന്ത് നൽകിയാലും അതെന്താണ്? അത് ശിർക്കാണ്. അത് ഇസ്ലാമിന് പുറത്തു വന്ന കാര്യമാണ്. കാരണം ഉലൂഹിയത്തിനെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഇഫ്റാദുല്ലാഹി തആല ബിഇബാദതിഹി എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്തിൽ, ആരാധനയിൽ അള്ളാഹുവിനെ ഏകനാക്കലാണ്. ഒരു മനുഷ്യൻ ആരാധനയായിക്കൊണ്ട് ആർക്കെന്ത് കൊടുത്താലും അതെല്ലാം ശിർക്കാണ്. എന്നാൽ അള്ളാഹുവിനെ എങ്ങനെ ആരാധിക്കേണ്ടത്? എല്ലാ ആരാധനയും അള്ളാഹ്ക്കില്ല. അള്ളാഹിനെ ആരാധിക്കണം അള്ളാഹ് പഠിപ്പിച്ച കാര്യം മാത്രമായിരിക്കണം. അപ്പൊ ഇത് രണ്ടും. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ മൊഹീദ്ദീൻ ശേഖിന് വേണ്ടി ഒരു കോഴിയെ നേർച്ച ചെയ്തു, അല്ലേ? മൊഹീദ്ദീൻ ശേഖിന് കോഴിയെ നേർച്ചാക്കുക. നേർച്ച എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ആരാധനയാണ്, ഇബാദത്താണ്. മൊഹീദ്ദീൻ ശേഖിന് ഒരുത്തൻ കോഴിയെ നേർച്ചയാക്കിയാൽ അത് ശിർക്കാണ്. അള്ളാഹുവിൽ ഉലൂഹിയത്തിൽ പങ്കുചേർക്കലാണ്. അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ആരാധന അവൻ മൊഹീദ്ദീൻ ശേഖിനെ കുറിച്ചു. ഇനിയോ ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി കോഴി ഇറക്കാൻ പറ്റുമോ? മൊഹീദ്ദീൻ ശേഖിനെ കൊടുക്കാൻ അള്ളാഹ് കോഴി ഇറക്കാൻ പറ്റുമോ? പറയുങ്ങള് ഇല്ല. കാരണം അങ്ങനെയൊന്നുള്ള പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായോ? മൊഹീദ്ദീൻ ശേഖിന് കോഴി ഇറക്കണത് പോലെ അള്ളാഹ് കോഴി ഇറക്കാൻ അള്ളാഹ് പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിപ്പിച്ചിട്ടില്ല. നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ചെയ്യുന്ന സുന്നത്തായ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ ഫർളായി നിശ്ചയിക്കലാണത്. അഥവാ സാധാരണക്കാർക്ക് ഭക്ഷണം വിതരണം ചെയ്യുക,
ഒരു പോത്തിനെ അറുക്കുക, ഒരാടിനെ അറുക്കുക, ഒരു കോഴിനെ അറുത്തിട്ട് സാധാരണക്കാരന് കൊടുക്കാൻ അത് അള്ളാഹ് പറഞ്ഞ ഒരു സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. ഇത്ആം. ആ കാര്യം ഞാൻ നിർബന്ധമാക്കുന്നു, സ്വമേധയാ നിർബന്ധമാക്കുന്നു. ഞാൻ നിർബന്ധമായും ഇത്ര ആൾക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുമെന്ന് നേർച്ചയാക്കിയാൽ അതിനെ നേർച്ച എന്ന് പറയാം. അത് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതല്ലാതെ മൊയ്തീൻ ശേഖന് കോഴി നടക്കുന്നത് പോലെ പടച്ചുക കോഴി നടത്താൻ അത് ശിർക്കാണ്. അല്ല, ഒരു വിഗ്രഹത്തിന് മുമ്പിൽ ഒരാൾ പാല് അഭിഷേകം നടത്തുന്നു, നേർച്ച നേരുന്നു, അമ്പലത്തിലേക്ക് വെളിച്ചെണ്ണ നേരുന്നത് പോലെ, അതേപോലെ പടച്ചവനെ കുറിച്ച് വെളിച്ചെണ്ണ നേരാൻ പറ്റുമോ? പറ്റൂല. കാരണം എന്താ? അങ്ങനത്തെ ഇബാദത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് അള്ളാഹ്ക്ക് മാത്രമുള്ള, അത് ആർക്ക് കൊടുത്താലും ശിർക്കാവും. പക്ഷെ അള്ളാഹ്ക്ക് കൊടുക്കേണ്ടതോ അത് അള്ളാഹ് പഠിപ്പിച്ച ഇബാദത്ത് മാത്രമാണ്. നമസ്കാരം അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അത് അള്ളാഹ് പഠിപ്പിച്ചത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. നോമ്പ് അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്, അത് അള്ളാഹ് പഠിപ്പിച്ചത് മാത്രം. അതിനപ്പുറത്തൊരു നോമ്പ് അത് ദീനിൽ കൂട്ടിച്ചേർക്കാൻ അത് പാടില്ല. അപ്പൊ ആരാധന എന്ന് പറയുന്ന വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഏകനാക്കുക എന്നുള്ളതാണ് ഇതാണ് ഇസ്ലാമിന്റെ കാതൽ. ഇതിൽപ്പെട്ടതാണ് എല്ലാ ആരാധനയും. പ്രാർത്ഥന ഒരു ആരാധനയാണ്, അള്ളാഹുവിന് മാത്രം നൽകേണ്ടതാണ്. നമസ്കാരം ഒരു ആരാധനയാണ്, അത് അള്ളാഹുവിന് മാത്രം നൽകേണ്ടതാണ്. അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നിസ്കരിക്കാൻ പാടില്ല, സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് എന്നത് ഈ ഉമ്മത്തിന് ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട വിഷയമാണ്. പക്ഷെ മുൻകഴിഞ്ഞ ഉമ്മത്തിന് അങ്ങനെ ആയിരുന്നില്ല. ഖുർആൻ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കുറെ സുജൂദ് കാണാൻ കഴിയും, അല്ലേ? ഒന്നാമത് ഏതാ കാണുക? ഏതാ ഫസ്റ്റ് സുജൂദ്? ആദം അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ മലക്കളോടും ഇബ്ലീസിനോടും ചെയ്യാൻ വേണ്ടി പറഞ്ഞ സുജൂദാണ് ഒന്നാമത്തെ സുജൂദ്, അല്ലേ? മലക്കളൊക്കെ എന്ത് ചെയ്തു? ഫസജദൽ മലായികതു കുല്ലുഹും അജ്മഈൻ, എല്ലാവരും സുജൂദ് ചെയ്തു, ഇല്ല ഇബ്ലീസ് ഒഴിക്കണം. മലക്കളൊക്കെ സുജൂദ് ചെയ്തു. റസൂൽ എന്താ പറഞ്ഞത്? ഞാൻ അല്ലാഹു അല്ലാതെ മറ്റാർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഒരു ഭാര്യയുടെ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കും. പക്ഷേ അത് കാരണം എന്താ? സുജൂദ് ഇബാദത്താണ്, അത് അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ മലക്കൾ ചെയ്തതോ? നമ്മളെ നാട്ടിലെ ചില ആളുകൾ പറയലുണ്ട്, അള്ളാഹ്ക്ക് മാത്രമേ ആരാധന കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ പ്രമേയാണ്. കാരണം ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പടച്ചോൻ പറഞ്ഞപ്പോൾ മലക്കളൊക്കെ സുജൂദ് ചെയ്തു. ഇബ്ലീസ് പറഞ്ഞു ഞാൻ ആദമിന് സുജൂദ് ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അള്ളാഹ് എന്ത് ചെയ്തു? ഇബ്ലീസിനെ പുറത്താക്കി. ഭയങ്കര സംഭവമായിട്ട് പറയും, അല്ലേ? അപ്പോഴോ ആർക്കാ പഴിച്ചത്? ഇബ്ലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇബ്ലീസ് എന്താ പറഞ്ഞത്? ഞാൻ മണ്ണ് കൊണ്ട് പടച്ച ആദമിന് ഞാൻ ചെയ്യൂല. അള്ളാഹ് ചെയ്യാൻ പറഞ്ഞു, ചെയ്യൂല എന്ന് പറഞ്ഞു. അള്ളാഹ് എന്തുകൊണ്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു? അത് ഇബാദത്തല്ലാത്തത് കൊണ്ടാണ്. അന്നത് ഇബാദത്തല്ല, അതിന്റെ കോലവും നമുക്കറിയില്ല. അത് തഹിയ്യത്താണ്, അഭിവാദ്യമാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ സഹോദരങ്ങൾ മുഴുവൻ എന്ത് ചെയ്തിട്ടുണ്ട്? സുജൂദ് ചെയ്തിട്ടുണ്ട്. അത് അഭിവാദ്യമാണ്, അത് ഇബാദത്തായിരുന്നില്ല. പക്ഷെ ഈ ഉമ്മത്തിന് അല്ലാഹു സുജൂദ് ഇബാദത്തായി മാത്രമേ പഠിപ്പിച്ചുള്ളൂ. അതുകൊണ്ട് സുജൂദ് എന്ന പ്രവർത്തനം അല്ലാത്ത ആരുടെ മുമ്പിൽ ചെയ്താലും അത് ശിർക്കാണ്. കാരണം സുജൂദ് ഇബാദത്താണ്. അവർ ഖബറിന് മുമ്പിൽ സുജൂദ് ചെയ്തു, അത് ശിർക്കാണ്, അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടതാണ്. കഅബയാണ് തവാഫ് ചെയ്യേണ്ടത്, അത് അള്ളാഹ് പഠിപ്പിച്ച ഇബാദത്താണ്. ഏതെങ്കിലും ഒരു ജാറത്തിന് തവാഫ് ചെയ്താൽ അത് ഇബാദത്ത് അല്ലാതെ ജാറത്തിന് കൊടുത്തു. നേർച്ച അള്ളാഹ്ക്ക് മാത്രമുള്ളത് ഏതെങ്കിലും ജാറത്തിന് കൊടുത്താൽ അത് ശിർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നൽകേണ്ട ഇബാദത്ത് അത് ആര് കൊടുത്താൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അള്ളാഹുവേ എന്ന് മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. അതല്ലാത്ത ഒരു വിളി വിശ്വാസിക്കില്ല. ഏത് പ്രയാസവും പ്രതിസന്ധിയും ബുദ്ധിമുട്ടും ഉണ്ടായാൽ അവൻ അല്ലാഹുവേ അല്ലാതെ മറ്റാരെയും വിളിക്കാനില്ല. ഇതാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചു തന്നത്. മക്കളില്ലാതെ ബുദ്ധിമുട്ടിയ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാം 80 വർഷം ജീവിച്ചു മക്കളില്ലാതെ. അള്ളാഹുടെ പറഞ്ഞ പടച്ചറബ്ബേ, എന്റെ തലമുടി നരച്ചു, എന്റെ തൊലി ചുളിഞ്ഞു, എന്റെ ഭാര്യ പ്രസവിക്കാത്ത രൂപത്തിൽ മച്ചിയായിട്ടുണ്ട്. പക്ഷേ വലമക്കും പടച്ചോനെ, നിന്നോട് ചോദിച്ചു ഞാൻ ചെയ്തിട്ടില്ല, ഭാഗ്യം കിട്ടവനായിട്ടില്ല പടച്ചോനെ, അതുകൊണ്ട് എനിക്ക് കുട്ടിയച്ച പ്രതീക്ഷയാണ്. പ്രാർത്ഥന പടച്ചോനോട് മാത്രമാണ്. കല്യാണം കഴിഞ്ഞു, 4 കൊല്ലമായി 5 കൊല്ലമായി, കുറെ ശ്രമിച്ചു, കാണിക്കാതെ ഡോക്ടറില്ല. അപ്പരാളെ പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു തങ്ങളുണ്ട്, മൂപ്പരടുത്ത് പോയ എല്ലാവർക്കും കുട്ടിയായിട്ടുണ്ട്. അന്നൊന്ന് പോയി നോക്കിയല്ലേ? പോയി നോക്കിയാൽ തന്നെ ശരിക്കായി. കാരണം
അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, തങ്ങളോട് പോയി ചോദിക്കാൻ പാടില്ല. ഇത് ശിർക്കാണ്. അസുഖം വന്നാൽ എന്താണ് ചെയ്യുന്നത്? അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം വർഷങ്ങളോളം അസുഖം ബാധിച്ച് പ്രയാസപ്പെട്ട് ജീവിച്ചു. പക്ഷെ അള്ളാഹുവോട് പറഞ്ഞു, പടച്ചോനെ നിന്നോടല്ലാതെ വേറെ ആരോട് എനിക്ക് പറയാനില്ല. അള്ളാഹുവോട് മാത്രം പറഞ്ഞു. അള്ളാഹു അസുഖം മാറ്റി കൊടുത്തു. രോഗം വന്നു, പ്രയാസപ്പെട്ടു, കുറെ ഡോക്ടറെ കാണിച്ചു, മാറുന്നില്ല. ഇന്ന് തങ്ങളെടുത്ത് പോയി മൂപ്പര് മന്ത്രിച്ച വെള്ളം കുടിച്ചാൽ എത്ര ആളുകൾക്കാണ് മാറിയത്. ക്യാൻസർ വരെ മാറിയെന്നാണ് പറയാ. എന്നാന്ന് പോയി നോക്കുക. കുടിക്കണ്ട, പോയി നോക്കിയാൽ തന്നെ ശിർക്കായി. കാരണം അത് അള്ളാഹുവോട് മാത്രം ചോദിക്കേണ്ട കാര്യമാണ്. എന്ത് പ്രയാസമുണ്ടോ അത് പടച്ചറപ്പിനോട് മാത്രം, വേറെ ആൾക്ക് ചോദിക്കാനുള്ള സുഹൃത്തുക്കളെ. അതിന് അള്ളാഹു ഒരാളെ ഏർപ്പാടാക്കിയിട്ടില്ല. എന്തെല്ലാം ന്യായങ്ങൾ ആളുകൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ ദുർബലരാണല്ലോ, ഞങ്ങളുടെ കൈകൾ പിടിച്ചാലും പാപികളാകും ഞങ്ങൾക്ക് അഭയം നൽകുക നബിയുള്ള എന്ന് തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകത്തിൽ എഴുതി രേഖപ്പെടുത്തിയ വരികളാണ്. തേട്ടം റസൂലിനോടാണ്, അള്ളാഹുവോടല്ല, റസൂലിനോട് താങ്കളുടെ മാത്രമാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എന്ന്. ഒരുപാട് തെറ്റ് ചെയ്തു പോയി റസൂലേ, താങ്കളോടല്ലാതെ വേറെ ആരോടും ചോദിക്കാനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പാവം പൂർത്തിരണേ. സഈർ എന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന റസൂലേ, ഞങ്ങളെ നീ മോചിപ്പിക്കണേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞാൽ സുഹൃത്തുക്കളെ, അതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. കാരണം ആ ഇബാദത്ത്, പ്രാർത്ഥന പടച്ചോനെ മാത്രമേ പറ്റുള്ളൂ. അല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കാറില്ല, അല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ നോമ്പെടുക്കാറില്ല, അല്ലാത്ത ഒരാൾക്ക് നമ്മൾ സകാത്ത് കൊടുക്കാറില്ല. എങ്കിൽ അല്ലാത്ത ഒരാൾക്കും പ്രാർത്ഥനയും കൊടുക്കാൻ പ്രാർത്ഥന ആരാധനയാണ് സുഹൃത്തുക്കളെ. അത് വേറൊരിക്കും മാറാൻ പാടില്ല, ഒരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. ഇത് ചെറുതും വലുതുമായ പണ്ഡിതന്മാർ വേർതിരിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഇബാദത്ത് പടച്ചോനെ മാത്രം കൊടുക്കേണ്ടത്. ചെറിയ ചെറിയ ശിർക്കുൽ അസ്ഗർ പ്രവാചകൻ പഠിപ്പിച്ചു. റസൂൽ പറഞ്ഞല്ലോ, ഈ ഉമ്മത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ശിർക്കുൽ അസ്ഗറാണ്. എന്താണ് റസൂൽ ശിർക്കുൽ അസ്ഗർ? റസൂൽ പഠിപ്പിച്ചു, അള്ളാഹ്ക്ക് മാത്രം കൊടുക്കേണ്ടത്, ഇഖ്ലാസ് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളിൽ ആ ഇഖ്ലാസ് നഷ്ടപ്പെടലാണ് ശിർക്കുൽ അസ്ഗർ എന്ന് പറഞ്ഞാൽ. നമസ്കാരം അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ടതാണ്. ഞാൻ നിസ്കരിക്കുന്നു, പടച്ചറപ്പിന് വേണ്ടി നമസ്കരിക്കുന്നു. പക്ഷേ എന്റെ അടുത്തൊരാൾ വന്ന് നിന്നപ്പോൾ ആ മനുഷ്യൻ കാണാൻ വേണ്ടി എന്റെ നമസ്കാരം നന്നാക്കാൻ ഞാൻ ശ്രമിച്ചാൽ ആ നമസ്കാരം അവനുള്ളതായി, അവൻ കാണിക്കാൻ വേണ്ടിയുള്ളതായി. പടച്ചോന് വേണ്ടിയാണെങ്കിലും ഇവനെ കാണിക്കാൻ, അതിന് ശിർക്കുൽ അസ്ഗർ. പടച്ചോന് പങ്കേൽക്കാൻ പാടില്ല, ഇത് ശിർക്കുൽ അസ്ഗറാണ്. ഞാൻ എന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നു, ഒരു കാര്യം ചോദിച്ചു വന്നു, പള്ളി നിർമ്മാണത്തിന് പരിപാടിയുടെ കാര്യത്തിന് വേണ്ടി, പിരിവിന് വേണ്ടി വന്നു. ഞാൻ 10,000 കൊടുത്തു. ഓൻ വിചാരിക്കണം മൂപ്പർ എത്ര തന്നല്. ആ ചിന്ത മനസ്സിലേക്ക് വരാൻ വേണ്ടിയാണ് എന്റെ സുഹൃത്തുക്കളെ, അതാണ് ശിർക്കുൽ അസ്ഗർ എന്ന് പറയാം. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അത് അള്ളാഹ്ക്ക് മാത്രം. പണ്ഡിതന്മാർ പറയാറുണ്ട്, നിങ്ങൾ ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ ആ മനുഷ്യരോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പോലും പറയാൻ പാടില്ല. അല്ലേ? ഒരു ഉപകാരം ചെയ്തിട്ട് ഒരു 100 രൂപ കൊടുത്തിട്ട് 10,000 രൂപ കൊടുത്തിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറയാൻ പാടില്ലെന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. കാരണം എന്താ? ഓന്റെ പ്രാർത്ഥന കിട്ടാൻ വേണ്ടിയല്ല നമ്മൾ 10,000 കൊടുക്കണത്. ആളുകൾ ചോദിച്ചു വന്ന് തള്ളിക്കളയരുത്, കൊടുത്താൽ കൂലി കിട്ടും. അത് പടച്ചോൻ കൂലി തരാൻ വേണ്ടിയാ. നമ്മൾ ഇഖ്ലാസോടുകൂടി കൊടുത്തോ പടച്ചോൻ കൂലി തരും. ഓൻ പ്രാർത്ഥിക്കലും പ്രാർത്ഥിക്കാതിരിക്കലും അവന്റെ ഇഷ്ടമാണ്. പടച്ചറബിൽ നിന്ന് കിട്ടേണ്ട കൂലിയോടൊപ്പം അവന്റെ പ്രാർത്ഥനയെ കൂടി പ്രതീക്ഷിച്ചാൽ അത് ശിർക്കുൽ അസ്ഗറാണ്. എനിക്ക് പോകാൻ പാടില്ല. നമ്മൾക്ക് വന്നു പോകുന്ന കാര്യം അത് ചേർത്ത് പറഞ്ഞതുകൊണ്ടാണ്. നമ്മൾ പടച്ചല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ ഇതൊക്കെ നമ്മുടെ വന്നു പോകും, വരാൻ പാടില്ല. അല്ലാത്ത ഒരാൾ സത്യം ചെയ്യാൻ വേണ്ടി പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഈ കാര്യങ്ങളൊക്കെ ശിർക്കിനെ മാറ്റി തീർക്കുന്ന അള്ളാഹുവിന് മാത്രം, അള്ളാഹുവിന് മാത്രം, അതിനെ മാത്രം എന്ന് പറയാം. വേറെ ആക്കുന്നില്ല, നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ ഏറ്റവും അവസാനമായി കൊണ്ട് തൗഹീദുൽ അസ്മാ വ സിഫാത്ത്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച കുറെ ഇസ്മുകളുണ്ട്, കുറെ സിഫത്തുകളുമുണ്ട്, അഥവാ നാമങ്ങളും ഗുണങ്ങളും വിശേഷണങ്ങളുമുണ്ട്. അത് പടച്ചവന് മാത്രമേ വേറെ ആയിരിക്കില്ല. അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല അറിയും പോലെ അറിയില്ലേ. ആര്? ഔലിയാക്കൾ. അതിനാണ് ശിർക്ക് എന്ന് പറയും. അല്ല കാണും പോലെ അല്ല മാത്രമേ കാണുള്ളൂ, വേറെ ആർക്കും അത് ലഭിച്ചിട്ടില്ല. ലൗഹിൽ മഹ്ഫൂദിൽ ഞാൻ നോക്കി വായിക്കും എന്ന് മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു എന്നാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞവൻ ഇസ്ലാം എന്ന് പുറത്തു വന്നു. അത് അള്ളാഹ്ക്ക് മാത്രമുള്ള കഴിവാണ്. ലോകത്തെവിടെ എന്ത് നടന്നാലും എല്ലാം ഞാൻ എഴുതുമെന്ന്, അതേപോലെ തന്നെ
മരത്തിന് വീണ് പൊഴിയുന്ന ഇലകളെ കുറിച്ച് ഞാൻ അറിയുമെന്ന് ആരെങ്കിലും ഒരാളെ വാദിച്ചാൽ അത് ശിർക്കാണ്. അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. എവിടെ നടന്നാലും കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കൽബകം ഞാൻ കാണുമെന്നോവർ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ് ഒരു മനുഷ്യ ഹൃദയത്തിലുള്ളത് അറിയുക എന്ന് പറഞ്ഞാൽ. നാളെ എന്ത് നടക്കുമെന്ന് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അത് ഒരാൾക്കും അറിയുമെന്ന് പറയാനും വേണ്ടി പാടില്ല. എന്ന് പറഞ്ഞ കുട്ടികളെ പ്രവാചകൻ തിരുത്തിയിട്ടുണ്ട്. നാളെ അറിയുന്ന പ്രവാചകൻ ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതില്ല, തെറ്റാണെന്ന് പറഞ്ഞു. എങ്കിൽ ഹൃദയത്തിലുള്ളത് അറിയുമെന്ന്, നാളത്തെ കാര്യം അറിയുമെന്ന്, ഒരു ശൈഖിനെ അറിയുമെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനെ പങ്കു ചേർക്കാനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത് നമ്മൾ വളരെ വ്യവച്ഛേദിച്ചുകൊണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വെച്ച ഇസ്മുകളും സിഫത്തുകളും അള്ളാഹു വേറെ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. അള്ളാഹ്ക്ക് എത്ര ഇസ്മുണ്ട് അതുകൂടി പറയാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹ്ക്ക് എത്ര ഇസ്മുണ്ട്? 99 അല്ലേ? അള്ളാഹ്ക്ക് എത്ര ഇസ്മുണ്ടെന്ന് ചോദിച്ചാൽ 99 പറയാൻ പാടില്ല. അവിടെ ചോദിച്ചത് അള്ളാഹ്ക്ക് എത്ര ഇസ്മുണ്ടെന്ന് ചോദിച്ചാൽ അത് നമുക്ക് അറിയാന്നതിന് ഉത്തരം. അപ്പൊ ഹദീസ് ഉണ്ടല്ലോ 99 പേര് പഠിച്ചാൽ സ്വർഗമാണെന്ന് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അള്ളാഹു വെച്ച ഇസ്മുകളിൽ ഏതെങ്കിലും 99 എണ്ണം ഇഹ്സാ ചെയ്താൽ, ഹിഫ്ളാക്കി അതനുസരിച്ച് ജീവിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പോകും. അതായത് അള്ളാഹ്ക്ക് 99 പേര് മാത്രമേ ഉള്ളതിന് അർത്ഥമല്ല. അള്ളാഹ്ക്ക് 99 കൂടുതൽ പേരുകളുണ്ട്. എന്താണ് തെളിവ്? അതുകൂടി പറഞ്ഞ അവസാനം സുഹൃത്തുക്കളെ, സങ്കടം വന്നാൽ, പ്രയാസം വന്നാൽ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു. ദുആ ഉൽ കർബ് എന്നതിന്റെ പേര്. ഈ സ്ക്രീനിൽ കാണുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക. അല്ലാഹുവേ, ഞാൻ നിന്റെ അടിമയാണ്, അടിമയാകുന്ന പുരുഷന്റെ, അടിമയാകുന്ന നിന്റെ അടിമ സ്ത്രീയുടെ മകനാണ്. നാസിയതി ബിയദിക, എന്റെ കുടുമ നിന്റെ കയ്യിലാണ്. മാദിൻ ഫി ഹുക്മുക, എല്ലാ വിഷയത്തിലും പടച്ചോനെ നിന്റെ വിധി മുൻകടന്നു പോയിട്ടുണ്ട്. അദ്ലുൻ ഫി ഖളാഉക, നിന്റെ നിർണയത്തിൽ വിധിക്കൽ നീ നീതിമാനാണ്. അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക, പടച്ചോനെ ഞാൻ നിന്റെ എല്ലാ ഇസ്മുകൾ കൊണ്ടും തേടുന്നു. അള്ളാഹിന്റെ ഇസ്മുകൾ കൊണ്ട് തേടുന്നു. എന്താണ് ആ തേട്ടം? ഏതാണ് ഇസ്മുകൾ? സമ്മൈത ബിഹി നഫ്സക, നീ സ്വന്തത്തിന് വെച്ച പേരാണത്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള പേര് അത് അള്ളാഹ് സ്വയം വെച്ചതാണ്. അള്ളാഹ്ക്ക് വെച്ച പേര് മാത്രമേ നമ്മൾ അള്ളാഹിനെ വിളിക്കാൻ പാടുള്ളൂ. അള്ളാഹ്ക്ക് വെക്കാത്തൊരു പേര് നമ്മൾ അള്ളാഹിനെ വിളിക്കാൻ വേണ്ടി പാടില്ല. ഖുദാ, അള്ളാഹ്ക്ക് ഒരു പേര് പടച്ചോൻ വെച്ചിട്ടില്ല, അത് നമ്മൾ വെക്കാൻ വേണ്ടി പാടില്ല. അള്ളാഹിനെ നമ്മൾ പേര് വെച്ച് വിളിക്കുമ്പോൾ സുഹൃത്തുക്കളെ, അള്ളാഹിനെ പേര് വെച്ച് തന്നെ വിളിക്കണം അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ നാഥ എൻ്റെ വിളി കേൾക്കണേ എന്ന് നമ്മളൊക്കെ ചോദിക്കലുണ്ട് അല്ലേ? ആ ചോദ്യം നമ്മൾ തിരുത്തേണ്ട ചോദ്യമാണ്. കാരണം പടച്ചോനെ നാഥെന്ന് പേര് പടച്ചോൻ വെച്ചിട്ടില്ല. റബ്ബിന്റെ നമ്മുടെ മലയാളത്തിൽ അർത്ഥം പറയുന്നതാണെന്ത്? നാഥൻ എന്ന് പറഞ്ഞാൽ. അള്ളാഹു നമ്മൾ ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ അർത്ഥം പറയുമ്പോൾ അത് പറയാം. പക്ഷെ ഇസ്മ കൊണ്ട്, അള്ളാഹുവിന്റെ ഇസ്മുകളെ കൊണ്ടുള്ള തേട്ടം, അത് അള്ളാഹിന്റെ ഇസ്മ, അള്ളാഹ്ക്ക് വെച്ചത് റബ്ബ് എന്ന് അള്ളാഹിന്റെ പേര് അല്ലേ? നമ്മളെ കൂടുതൽ ജമീൽ എന്ന് പേര് ഒരുത്തനുണ്ടെങ്കിൽ അല്ലേ, സുന്ദരൻ എന്നാണ് മലയാളത്തിലെ അർത്ഥം. ആരെങ്കിലും സുന്ദരാന്ന് വിളിക്കലുണ്ടോ? അങ്ങനെ ജമീലിനെ വിളിക്കുള്ളൂ. ഓൻ ഇംഗ്ലണ്ടിൽ പോയാൽ എന്താ വിളിക്കുക? ജമീലിനെ വിളിക്കുള്ളൂ. കാരണം എന്താ? ഓൻ്റെ പേര് ജമീലിനാണ്, ഓൻ്റെ ഉപ്പയും വിട്ട പേര് ജമീലാണ് എന്ന് പറഞ്ഞാൽ പടച്ചോന് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാഹ് റഹ്മാന്റെ പേരിട്ടാൽ അത് ഇവിടെയും ലോകത്ത് ഏത് നാട്ടിലും റഹ്മാനാണ്. പരമകാരുണിക എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനെ പണ്ഡിതന്മാർ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. റഹ്മാനെ എന്നാണ് വിളിക്കേണ്ടത്. മനസ്സിലാണ്ടല്ലോ? അള്ളാഹ് നമ്മൾ വിളിക്കുമ്പോൾ അള്ളാഹ് ഇസ്മനെ വിളിക്കുക, എന്നാൽ അർത്ഥം പറയാൻ അത് പഠിപ്പിക്കാൻ തെറ്റുള്ള വിഷയമല്ല. അപ്പൊ അള്ളാഹ്ക്ക് വെച്ച പേരാണ്. ഔ അൻസൽതഹു ഫീ കിതാബിക, അല്ലെങ്കിൽ നിന്റെ കിതാബിൽ ഇറക്കിയത്. ഔ അല്ലംതഹു ഹദം മിൻ ഖൽഖിക, അല്ലെങ്കിൽ നിന്റെ ഏതെങ്കിലും അടിമകൾക്ക് നീ പഠിപ്പിച്ചത് ഞാൻ മഞ്ഞ നിറത്തിൽ കൊടുത്തു. അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, നേരത്തെ പറഞ്ഞതൊക്കെ നമുക്ക് കിട്ടും, കിതാബിലുള്ളത് കിട്ടും, അടിമകൾ പഠിപ്പിച്ചത് കിട്ടും. അള്ളാഹ് വെച്ച പേര് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക, നിന്റെ ഇൽമുൽ ഗൈബിൽ അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കുറേ പേര് പടച്ചവനുണ്ട്, അത് നമുക്കറിയില്ല, പഠിപ്പിച്ചിട്ടില്ല. അത് 99 പരിമിതമല്ല, അതിനപ്പുറത്തുമുണ്ട്. അതുകൊണ്ട് ഈ പേര് കൊണ്ടെല്ലാം ഞാൻ തേടുന്നു. ഖുർആനെ എൻ്റെ ഹൃദയത്തിന് വസന്തമാക്കണം, എൻ്റെ പ്രയാസങ്ങൾ നീക്കുന്നതാക്കണം, ഹൃദയത്തിന് പ്രകാശമാക്കണം എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയാണ് അള്ളാഹ്ക്ക് 99 കൂടുതൽ പേരുണ്ട് എന്നതിന് തെളിവ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പ്രാർത്ഥന ഞാൻ സൂചിപ്പിച്ച ഒരു കാരണവും കൂടിയുണ്ട്. എന്താ പറയുക? ഈ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. പ്രവാചകന് പറഞ്ഞു,
ഈ പ്രാർത്ഥന കേട്ടവൻ പഠിക്കൽ വാജിബൈന, കേട്ടവൻ പഠിക്കൽ വാജിബൈന. അല്ലെങ്കിൽ ഒരാളെ പഠിപ്പിക്കണം. മനസ്സിലായല്ലോ? പടച്ചോ അത് കുടുങ്ങിയല്ലോ അല്ലേ? അപ്പൊ പഠിച്ചോളിട്ടോ. അതിനാണിത് പറഞ്ഞത്. ഈ പ്രാർത്ഥന ഒരുത്തരം മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏത് സങ്കടവും മാറും, ഏത് ടെൻഷനും മാറും, ഡിപ്രഷൻ ഉണ്ടാവില്ല. എനിക്ക് അള്ളാഹ് പറഞ്ഞു ഇത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ജമീൽ ആപ്പിൽ അദ്കാറിലേക്ക് നമ്മൾ പോയാൽ നമുക്ക് ഈ പ്രാർത്ഥന പെട്ടെന്ന് നോക്കി പഠിക്കാൻ വേണ്ടി പറ്റും. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറേ അസ്റുകൾ പഠിപ്പിക്കാനുണ്ട്. സമയം വൈകിയത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. വളരെ ചുരുക്കി മാത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. സുഹൃത്തുക്കളെ സൂചിപ്പിച്ചു, ഇനിയും നമ്മൾക്ക് ഒരുപാട് വിഷയത്തിൽ പഠിക്കാനുണ്ട്. തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ പഠനം ഒരിക്കലും അവസാനിപ്പിക്കേണ്ടതില്ല. ഈ വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർ ധാരാളക്കണക്കിന് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. അത് മലയാളത്തിൽ ലഭ്യമാണ്. അതൊക്കെ നമ്മൾ കണ്ടെത്തി പഠിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതും പരലോകത്ത് വിജയത്തിന് നിദാനമായതുമായ വിഷയമാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അതിനെ മനസ്സിലാക്കാൻ പഠിക്കാൻ നമ്മൾ സന്നദ്ധമാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം കൃത്യമായി കൊണ്ട് പഠിക്കാൻ, അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മെഡിക്കൽ ട്രസ്റ്റിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിയുടെ അസുഖം എത്രയും പെട്ടെന്ന് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ, ഒരുപാട് പാപങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുണ്ട്. എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകണമേ അല്ലാഹ്.